السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن نبينا وحبيبنا محمدًا صلى الله عليه وعلى آله وأصحابه وسلم بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن سار على نهجهم إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة، فمن زحزح عن النار وأدخل الجنة فقد فاز، وما الحياة الدنيا إلا متاع الغرور. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أسأل الله سبحانه وتعالى بأسمائه الحسنى وصفاته العليا الذي جمعنا في هذا المسجد في هذه الدولة المباركة أن يجمعنا في الآخرة في الفردوس الأعلى مع سيد الدعاة نبينا محمد صلى الله عليه وسلم. وأشكر القائمين بهذا العمل الجليل، أشكر هذه الدولة المباركة حكاما وشعبا، كما أخص الشكر لمركز بن زايد الذي ينظم مثل هذه البرنامج بلغات مختلفة، والشكر موصول إلى جميع من ساهم في هذا العمل العظيم. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ ഈ ദിവസം വിശുദ്ധ റമദാൻ അവസാനിച്ച് ഏതാനും ദിവസങ്ങൾ മാത്രം കഴിഞ്ഞ ഈ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ഉള്ള ആഗ്രഹത്തോടു കൂടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് നാം. അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിൽ ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ഇതിനു വേണ്ടി അധ്വാനിച്ചവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. പറയാൻ എനിക്കും നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളിരിക്കുന്ന ഈ സ്ഥലവും ഇന്നത്തെ ദിവസവുമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, വളരെ പ്രധാനപ്പെട്ട സ്ഥലവും സമയവുമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹീഹായ ഹദീസിൽ പഠിപ്പിച്ചു, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഗശിയതുഹുമുർ റഹ്മ വഹഫത്തുഹുമുൽ മലായിക വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടുന്ന ഒരു സമൂഹം അള്ളാഹുവിൻ്റെ കിതാബിനെക്കുറിച്ച് പറയാനും പഠിക്കാനും കേൾക്കാനും ഒരുമിച്ച് കൂടുന്ന ഒരു സമൂഹം, അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, 4 കാര്യങ്ങൾ അവർക്ക് ലഭിക്കും. ആ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധത്തോടു കൂടിയായിരിക്കണം നമ്മളിവിടെ ഇരിക്കേണ്ടത്. ഒന്നാമത്തേത്, ഇല്ലാ നസലത് അലൈഹിമുസ് സകീന, അള്ളാഹുവിൻ്റെ സമാധാനം കിട്ടും. സക്കീനത്ത് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അനുഭവമാണ്. ജീവിതത്തിൽ സക്കീനത്തിൻ്റെ വിരുദ്ധമായ അവസ്ഥകൾ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ സക്കീനത്ത് അനുഭവിച്ചിട്ടുണ്ടോ എന്നറിയില്ല. സക്കീനത്ത് എന്ന് പറയുന്നത് എല്ലാ ഇരുട്ടുകളെയും വകഞ്ഞു മാറ്റി വെളിച്ചവും എല്ലാ പ്രതിസന്ധികളെയും ഇല്ലാതാക്കി സമാധാനവും കിട്ടുന്ന അവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഗാർ സൗർ എന്ന ഗുഹയിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കഠിനമുള്ള ദിവസം അവർക്ക് നൽകിയത് ഈ സക്കീനത്തായിരുന്നു. ഫഅൻസലല്ലാഹു സകീനതഹു, അല്ലാഹു ആ സക്കീനത്ത് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് വഗശിയതുഹുമുർ റഹ്മ, അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ റഹ്മത്ത് ആവരണം ചെയ്യുമെന്നാണ്. റഹ്മത്ത് പൊതിയും. റഹ്മത്തെന്ന് പറയുന്നത് മനുഷ്യരുടെ റഹ്മത്തല്ല, അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, ഇന്ന റഹ്മതി വസിഅത് കുല്ല ഷൈ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ, എൻ്റെ റഹ്മത്ത് എല്ലാറ്റിലും വിശാലമായി കിടക്കുന്നുണ്ട്. അത് ഞാൻ പ്രത്യേകമായി നൽകുക, രേഖപ്പെടുത്തുക അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ്. ആ റഹ്മത്ത് കൊണ്ടല്ലാതെ നമ്മളാരും രക്ഷപ്പെടുകയില്ല. അതുകൊണ്ടാണ് എല്ലാ ദിവസവും രാവിലെ നാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. വല്ലാത്തൊരു വാക്കാണത്. എല്ലാ ദിവസവും നമ്മൾ രാവിലെ പറയുന്നുണ്ട്, യാ ഹയ്യ യാ ഖയ്യൂം. വല്ലാത്ത അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ ഇസ്മുകളാണ്. ആ ഇസ്മുകൾ വിളിച്ച് അള്ളാഹുവിനോട് പറയുന്നത് ബിറഹ്മതിക അസ്തഗീസ്, നിൻ്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ നിന്നോട് ഇസ്തിഗാസ നടത്തുകയാണ്. ഇസ്തിഗാസ സാധാരണ തേട്ടമല്ല, സാധാരണ സഹായം ചോദിക്കലല്ല. മനുഷ്യരായ നമ്മൾ, പ്രത്യേകിച്ചും പ്രവാസികളായ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് മനോദുഃഖങ്ങളുണ്ട്, ഒരുപാട് ആശ്വാസം നൽകാത്ത സംസാരങ്ങളും വാർത്തകളുമൊക്കെയുണ്ട്. അവയെയൊക്കെ നേരിടണമെങ്കിൽ ഇസ്തിഗാസ കൊണ്ട് മാത്രമേ സാധ്യമാകൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിഗാസ എന്ന പദം നബിയുടെ ജീവിതത്തിൽ ഉപയോഗിച്ച രംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഏറ്റവും കഠിനമായി തിരുമേനി പ്രയാസപ്പെട്ട ദിവസം സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ദിവസം
ബദർ യുദ്ധ ദിവസമാണ്. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. നബി തിരുമേനി ചെയ്ത പ്രവർത്തനത്തെ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. നിങ്ങൾ നബിയെ ഇസ്തിഗാസ നടത്തിയപ്പോൾ നിങ്ങളുടെ ഇസ്തിഗാസക്ക് നാം ഉത്തരം നൽകിയെന്ന്. ബിറഹ്മതിക അസ്തഗീസ്. നമ്മൾ ചോദിക്കുന്നത് അസ്ലിഹ് ലീ ശഅനി കുല്ല, റഹ്മത്തിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടേണ്ടതാണത്. അല്ലാഹുവേ, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് നന്നാക്കി തരണം. അസ്ലിഹ് ലീ ശഅനി കുല്ല, എല്ലാ കാര്യങ്ങളും. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കുള്ളത് അല്ലേ? ആ കാര്യങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും തികട്ടി വരാറുണ്ട്. വിശേഷിച്ചും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടുമ്പോൾ അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ഏറ്റവും കടുപ്പമുള്ള സിലത്തായ ബന്ധം ചേർക്കലായ സലാത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തികട്ടി വരുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് ശരിയാക്കി തരണം. പോരാ, വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. എൻ്റെ കണ്ണിമ വെട്ടുന്ന സമയം പോലും റബ്ബേ, എന്നെ നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ. ഞാൻ അശക്തനാണ്, ഞാൻ ദുർബലനാണ്. നിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല എന്ന് പറയുന്ന ആ റഹ്മത്ത് ഇന്ന് ഇപ്പോൾ ഈ സദസ്സിനെ പൊതിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹു ആ റഹ്മത്ത് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളൊക്കെ ദുആ ചെയ്യണം സഹോദരന്മാരെ. ആ റഹ്മത്തിന് വേണ്ടി അർഹമുർ-റാഹിമീനായ റബ്ബിനോട്, അമ്പിയാക്കളുടെ വാക്കാണത്, അർഹമുർ-റാഹിമീൻ, ആ വാക്കുപയോഗിച്ച് നമ്മൾ ദുആ ചെയ്യണം. അർഹമുർ-റാഹിമീനായ റബ്ബിനോട് ആ റഹ്മത്തിനെ നാം ചോദിച്ചു കൊണ്ടിരിക്കണം. വിശുദ്ധ റമദാനിലാവോളം നമ്മളത് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം നിർത്തരുത്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വഹഫത്തുഹുമുൽ മലായിക. ഈ സദസ്സിൻ്റെ ചുറ്റുഭാഗവും ഒരു വലിയ സെക്യൂരിറ്റി വലയമുണ്ട്. അറിയാമോ നിങ്ങൾക്ക്? ആ സെക്യൂരിറ്റി വലയം എൻ്റെയോ നിങ്ങളുടെയോ കണ്ണുകളെ കൊണ്ട് കാണാൻ സാധ്യമല്ല. കണ്ണുകളെ കൊണ്ട് കാണാൻ സാധ്യമല്ലാത്ത സെക്യൂരിറ്റി സിസ്റ്റത്തെയാണ് പുതിയ നൂറ്റാണ്ട്, പുതിയ യുഗം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇന്നത്തെ സെക്യൂരിറ്റി സിസ്റ്റമൊക്കെ അതാണ്. മലക്കുകൾ നൽകുന്ന ആ അതിശക്തമായ സെക്യൂരിറ്റി അവർ വലയം ചെയ്ത് നമ്മളെ പരിരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെക്കുറിച്ച് അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വദക്കറല്ലാഹു ഫീ മൻ ഇൻദ. അല്ലാഹു സുബ്ഹാനഹു വ തആല പോലും ഈ സദസ്സിനെക്കുറിച്ച്, ഈ ഒരുമിച്ച് കൂടിയ മനുഷ്യരെക്കുറിച്ച്, ഓരോരുത്തരെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മലഉൽ അഅലയിലുള്ള, ഉപരിലോകത്തുള്ള അള്ളാഹുവിൻ്റെ മലക്കുകളുമായി നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് സൂചിപ്പിച്ചത് ഇവിടെ ഇരിക്കുമ്പോൾ ആ ബോധത്തോടു കൂടി നമ്മളിരിക്കണം എന്ന് പറയാനാണ്. സമയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ ദിവസമെന്ന് പറയുന്നത് അതിവിശിഷ്ടമായ ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. സയ്യിദുൽ അയ്യാമാണ്. എല്ലാറ്റിനും സയ്യിദുകളുണ്ട്. അയ്യാമുകൾ അഥവാ ദിവസങ്ങൾക്കൊരു സയ്യിദുണ്ട്. ആ സയ്യിദാണ് യൗമുൽ ജുമുഅ എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ് യൗമുൽ ജുമുഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യൗമുൽ ജുമുഅത്തെ കുറിച്ച് പറഞ്ഞു, ഇന്ന മിൻ അഫ്ദലി അയ്യാമിക്കും യൗമുൽ ജുമുഅ. ഇന്ന മിൻ അഫ്ദലി അയ്യാമിക്കും യൗമുൽ ജുമുഅ. ഏതാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസം? ഏതാണ് നമ്മുടെ പ്രിയപ്പെട്ട ദിവസം? നമ്മുടെ പ്രിയപ്പെട്ട ദിവസം യൗമുൽ ജുമുഅയാണ്, വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ച പ്രിയപ്പെട്ട ദിവസമായി അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നതിൻ്റെ പേരിൽ പലരോടും പലർക്കും നമ്മോട് അസൂയയുണ്ട്. അസൂയ. ആ അസൂയയെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫഅക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീ, ഈ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ നാം വർദ്ധിപ്പിക്കേണ്ടത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സ്വലാത്താണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് കേൾക്കുമ്പോഴും നമുക്ക് സ്വലാത്ത് പറയാൻ കഴിയണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് പറയാൻ സാധിക്കാത്ത പിശുക്കന്മാരായി നമ്മൾ മാറിപ്പോകരുത്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണത്. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. കൽപ്പനയാണ്. സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമി സ്വലാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഈ ഒരു കൽപ്പനയെ പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, ഈ ഒരു ചിന്തയോടുകൂടി, ഈ ഒരു മനസ്സോടുകൂടി, നിയ്യത്തോടുകൂടി ഈ സദസ്സിലിരിക്കുവാനും നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ആഖിറത്തിനെക്കുറിച്ച് ചിന്തിക്കുവാനും സാധിക്കണം. സഹോദരന്മാരെ, ആഖിറത്ത് എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഘട്ടമാണ്. മനുഷ്യൻ 3 വീടുകളിൽ കയറിയിറങ്ങേണ്ടതുണ്ട്. ഒന്നാമത്തെ വീട് ദാറുദ്ദുനിയ ആണ്. ദാറുദ്ദുനിയ ഒന്നാമത്തെ വീട് അതാണ്. ആ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ വീടിൻ്റെ പേര് തന്നെ ദുനിയ എന്നാണ്. അറിയോ നിങ്ങൾക്ക് ദുനിയ എന്ന് പറഞ്ഞാൽ? ദുനിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്നത് എന്നാണ്. നമുക്ക് അള്ളാഹു നിശ്ചയിച്ച 3 വീടുകളിൽ ഏറ്റവും താഴ്ന്ന വീട്, ഒട്ടും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വീട്, അത് ദുനിയാവാണ്. ദുനിയാവാണ്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ ദൃഷ്ടിയിൽ ഏറ്റവും മുന്തിയ വീട് ഏതാ? ദുനിയാവല്ലേ? ആണോ? അല്ലേ? ആണ്. ഒരു പക്ഷെ നമുക്ക് സമ്മതിക്കാനൊരു പ്രയാസം ഉണ്ടാവും, എനിക്കടക്കം. അല്ലേ? നമ്മളേറ്റവും മുന്തിയ വീടുണ്ടാക്കിയത് ദുനിയാവിലല്ലേ? ആണോ? ഏറ്റവും മുന്തിയ വസ്ത്രം ധരിക്കുന്നത് ദുനിയാവിലെ വസ്ത്രമല്ലേ? ഏറ്റവും നല്ല റിസ്ക് ഭക്ഷണം കഴിക്കുന്നത് ദുനിയാവിലെ ഭക്ഷണമല്ലേ? അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്നുണ്ട്, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. എന്ത് പറ്റി നിങ്ങൾക്ക്? ഇങ്ങനെ നിങ്ങളാകാൻ പാടില്ല. നിങ്ങൾ എന്താ ചെയ്യുന്നത്? തുസിറൂനൽ ഹയാത്തദ് ദുനിയ. ഹയാത്തുദ് ദുനിയക്ക് വല്ലാത്ത പ്രാധാന്യം നൽകുന്നു. ഇത് ഹയാത്തുദ് ദുനിയയാണ്. ഹയാത്തുദ് ദുനിയയാണിത്. അതിന് വല്ലാത്ത പ്രാധാന്യം നൽകുന്നു. ഓർക്കുന്നില്ല, വൽ ആഖിറതു ഖൈറുൻ. ആഖിറത്തല്ലേ ഖൈർ? അല്ലേ? ഖൈർ എന്ന് മാത്രമല്ല, വഅബ്ഖാ, അതാണ് അബ്ഖാ. പോകണം, നമുക്ക് ഇവിടുന്ന് പോകേണ്ടി വരും. രണ്ടാമത്തെ നമ്മുടെ വീട്, നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് പോകുന്ന, എന്നാൽ നമ്മുടെ യഥാർത്ഥ വീട്ടിലേക്ക് എത്തുന്നതിനിടയ്ക്കുള്ള ഒരു താൽക്കാലിക സംവിധാനമാണ് ദാറുൽ ബർസഖ് എന്ന് പറയും. ദാറുൽ ബർസഖ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അഥൂൻ. സുബ്ഹാനല്ലാഹ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അഥൂൻ. ബർസഖ് എന്ന് പറഞ്ഞാൽ സ്ക്രീൻ എന്നാണ് അർത്ഥം, ഒരു മറ. വിശുദ്ധ ഖുർആൻ അതിമനോഹരമായി ആ പദം പരിചയപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട്. അത് കടലും പുഴയും കൂടുന്ന ചില സ്ഥലങ്ങളുണ്ട്. അഴിമുഖം എന്ന് പറയില്ലേ? അതല്ലേ പറയാം? ഈ അഴിമുഖത്തെക്കുറിച്ച് പറയുന്നിടത്ത് കടലും പുഴയും ചേരാൻ, സമുദ്രത്തിലെ ജലം, ഉപ്പുവെള്ളവും പുഴയിലെ നല്ല വെള്ളവും കൂടുന്നൊരു സ്ഥലമുണ്ട്. ഇപ്പുറത്ത് ഉപ്പായിരിക്കും, ഇപ്പുറത്തോ സ്വീറ്റ് വാട്ടർ ആയിരിക്കും, കുടിക്കാൻ പറ്റിയ വെള്ളമായിരിക്കും. രണ്ടിൻ്റെയും ഇടയിൽ ഒരു മറയുണ്ട്. ആ മറക്ക് അല്ലാഹുവിട്ട പേര് ബർസഖ് എന്ന്. കണ്ണുകൊണ്ട് കാണൂല ആ മറ, അല്ലാത്തൊരു മറയാണത്.
അതാണ് ദാറുൽ ബർസഖ്. ആ മറയിലേക്ക് നമ്മൾ പോകുന്നത്, ആ സ്ക്രീനിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല. ആ പോക്കിന്റെ പേരാണ് മരണമെന്ന് പറയുന്നത്. മരണം എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു വന്നിട്ടുണ്ടാകും. മരണമെന്ന് പറയുന്നത് ഒരു വല്ലാത്ത അനുഭവമാണ്. ദാറുദ്ദുന്യയിൽ നിന്ന് ദാറുൽ ബർസഖിലേക്ക് പോകാനുള്ള ഒരവസരം, അത്രയേ ഉള്ളൂ. വിശുദ്ധ ഖുർആൻ 3 സ്ഥലത്ത് ആ അവസരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 3 സ്ഥലത്ത് ഉപയോഗിച്ച പദം ദാഇഖത്ത് എന്നാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. കേട്ട് മടുത്തതായിരിക്കും ഈ പദം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എന്താ ദാഇഖത്ത് എന്ന് പറഞ്ഞാൽ? ദാഖ എന്ന് പറഞ്ഞാൽ ആസ്വദിച്ചു എന്നാണ്, അനുഭവിച്ചു എന്നാണ്. മരണം ആസ്വദിക്കാനുള്ളതാണ്, അനുഭവിക്കാനുള്ളതാണ്, ഭയപ്പെട്ട് ഓടാനുള്ളതല്ല. ഓടിയാലോ രക്ഷപ്പെടുമോ? ഇല്ലല്ലോ. ഓടിയാൽ രക്ഷപ്പെടുമോ? സഹോദരന്മാരെ, രക്ഷപ്പെടുമോ? ഓടിയാൽ രക്ഷപ്പെടുമെങ്കിൽ ഇവിടെ പലരെയും കാണേണ്ടതായിരുന്നു, അല്ലേ? പലരെയും കാണേണ്ടതായിരുന്നു രക്ഷപ്പെടുമെങ്കിൽ. ആരുമില്ല, എല്ലാവരും പോയി. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ദുഖാൻ എന്ന് പറയുന്നൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ അള്ളാഹു അതിമനോഹരമായി അത് വിവരിക്കുന്നുണ്ട്. കം തറകു മിൻ ജന്നാതിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക ഔറസ്നാഹാ വഖൗമൻ ആഖരീൻ ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻദരീൻ. എത്ര ഹൃദയസ്പർക്കാണുന്നു! ഈ ഭൂലോകത്ത് കഴിഞ്ഞുപോയ ഒരുപാട് ഫറോവമാരുടെയും പ്രഭുക്കളുടെയും രാജാക്കന്മാരുടെയും ധനാഢ്യന്മാരുടെയും ഒക്കെ കഥ പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ. എത്രയെത്ര തോട്ടങ്ങളാണ്, ഉറവിടങ്ങളാണ്, അരുവികളാണ്, എസ്റ്റേറ്റുകളാണ് അവരിവിടെ വിട്ടിച്ചു പോയത്. വമഖാമിൻ കരീം. എത്ര മഹോന്നതമായ പൊസിഷനുകൾ, പദവികൾ. ആരായിരുന്നു അവർ? വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. അവര് സുഖലോലുപതയിൽ ലയിച്ച് കഴിയുകയായിരുന്നു. വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക. അങ്ങനെ അവർ ലയിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഔറസ്നാഹാ ഖൗമൻ ആഖരീൻ, അതൊക്കെ വേറൊരു സമൂഹത്തിന് അനന്തരമായി കൊടുത്തു. അതല്ലേ സംഭവിക്കുന്നത്? അല്ലേ? എൻ്റെയും നിങ്ങളുടെയും മരണത്തോടുകൂടി ഞാനും നിങ്ങളും സമ്പാദിച്ചു വെച്ചതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെ ഒരു സിഗ്നേച്ചറിൻ്റെ ആവശ്യമില്ല. എൻ്റെയും നിങ്ങളുടെയും അക്കൗണ്ടിൻ്റെ പാസ്വേഡ് പിന്നെ ആവശ്യമില്ല. മാറിപ്പോയി, എല്ലാം മാറി. യഥാർത്ഥത്തിൽ നാം ഗരീബുകളാകുകയാണ്. ഗരീബ് എന്താണ്? ഗരീബ് എന്ന് പറഞ്ഞാൽ, പറഞ്ഞല്ലേ റസൂലുള്ളാഹ് നമ്മളോട്, കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ഗരീബുകളാവുകയാണ്. ആരാണ് ഗരീബ് എന്ന് പറഞ്ഞാൽ? ലൈസൽ ഗരീബ് ഗരീബ് അശ്ശാമി വൽ യമനി. ഒരു കവി മനോഹരമായി അത് പാടുന്നുണ്ട്. ലൈസൽ ഗരീബ് ഗരീബ് അശ്ശാമി വൽ യമനി. ഷാമിലേക്കോ യമനിലേക്കോ യാത്ര പോയവനല്ല ഗരീബ്. ആരാണ് ഗരീബ്? ഗരീബ് എന്ന് പറഞ്ഞാൽ ലഹദിലേക്ക് യാത്ര പോയവനാണ്. ലഹദാണ് നമ്മുടെ ഖബർ, ബർസഖ് അതാണ് ലഹദ്, അതാണ് ഗരീബ്. പോകണം, പോയേ തീരൂ, നിർബന്ധമാണ്. കുല്ലു നഫ്സിൻ. പക്ഷേ ആ പോക്ക് ആസ്വാദനമാകണം, ആസ്വദിക്കണം, ആസ്വദിച്ചുകൊണ്ട് മരിക്കണം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ദാഇഖത്തുൽ മൗത്ത്. അനുഭവിക്കണം മരണത്തെ. മരണത്തെ ഭയപ്പെടരുത്. ഭയപ്പെടാനുള്ളതല്ല മരണം. ഭയപ്പെട്ടാൽ രക്ഷപ്പെടുമെങ്കിൽ ഇവരൊക്കെ രക്ഷപ്പെടണം. പണം കൊണ്ട് രക്ഷപ്പെടുമെങ്കിൽ അവരൊക്കെ രക്ഷപ്പെടണം.
സ്വാധീനം കൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ പലരും രക്ഷപ്പെടണം. ടെക്നോളജി കൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ പലരും രക്ഷപ്പെടണം. ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ നമുക്കൊക്കെ പണമുള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരുപാട് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കിടന്നായിരിക്കും നമ്മൾ മരിക്കുക എന്ന് മാത്രം. ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ മരിക്കുന്നത് നമ്മൾ ഓരോ ദിവസവും കാണുന്നുണ്ടല്ലേ? എല്ലാ ദിവസവും കാണില്ലേ? ഗസയിലെ കൊച്ചുകുട്ടികൾ പോലും ആലോചിച്ച് നോക്കൂ. അവർക്ക് സിസ്റ്റമില്ല, ഹോസ്പിറ്റലുകളില്ല, സംവിധാനങ്ങളില്ല. നമ്മളൊരു പക്ഷേ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൻ്റെ ICUവിലായിരിക്കും നമ്മൾ മരിക്കുക. കാരണം നമ്മുടെ അടുത്ത് പൈസ ഉണ്ട്. അവസാനം നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടർ വന്ന് പറയും, റിമൂവ് ചെയ്യല്ലേ എന്ന് ചോദിക്കും. എന്താ റിമൂവ് ചെയ്യേണ്ടത്? എന്നിട്ട് നമ്മുടെ ബന്ധുക്കളോട് പറയും, കുറച്ച് മാറി നിൽക്കേ, നമ്മൾ ഈ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അത് റിമൂവ് ചെയ്യുമ്പോൾ അവസാനത്തെ ഒരു പടക്കലുണ്ട്. ആ പടക്കൽ കാണാൻ ചിലപ്പോൾ കഴിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ടാണ് മാറി നിൽക്കാൻ പറഞ്ഞത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ കാണാൻ ശ്രമിക്കണം. കാണാൻ കഴിഞ്ഞോളണമെന്നില്ല ചിലപ്പോൾ. പക്ഷെ സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല. മരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. ഒരു സംശയം ആർക്കും വേണ്ട. കാരണം മരണത്തോടുകൂടി നമുക്ക് സംഭവിക്കുന്നത് അധ്വാനിച്ചതിൻ്റെ പ്രതിഫലം കിട്ടാൻ പോവുകയാണ്. അതാണ് അടുത്ത വാചകം. പിന്നെന്തിനാ ഭയപ്പെടുന്നത്? നിങ്ങൾക്ക് പ്രതിഫലം തരാൻ വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോവുകയാണ്, ഒരുക്കി കൊണ്ടുപോവുകയാണ്. കുളിപ്പിച്ച് നല്ല വെള്ള വസ്ത്രം ധരിപ്പിച്ച് അതിമനോഹരമായി നിങ്ങളെ കൊണ്ടുപോവുകയാണ്. എന്തിനാ കൊണ്ടുപോകുന്നത്? ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയത്ത് നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല ഒരു സമ്മാനമുണ്ട്. ഏറ്റവും നല്ലൊരു സമ്മാനം. ആ സമ്മാനത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതൊരു വല്ലാത്ത വിളിയാണ്, വല്ലാത്ത വിളി. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്, ഇർജിഇ ഇലാ റബ്ബിക് റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, നമ്മൾ ആരാകണം? നഫ്സുൽ മുത്മഇന്നയാകണം. ആഖിറത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ അതാണ് നഫ്സുൽ മുത്മഇന്ന. നമ്മളൊരിക്കലും സഹോദരങ്ങളെ സമാധാനമില്ലാത്ത മനുഷ്യരായി ജീവിക്കേണ്ടവരല്ല നാം. അല്ല, നമ്മൾ പൂർണ്ണ സമാധാനത്തിലായിരിക്കണം. സമാധാനമില്ലാത്ത ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് വരാൻ പാടില്ല. എപ്പോഴെങ്കിലും സമാധാനം നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ റബ്ബ് നമ്മളെ പഠിപ്പിച്ചത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ ഓർത്താൽ മതി, അപ്പൊ സമാധാനം വരും. അങ്ങനെയല്ലേ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ചിലർ ഓർക്കുമ്പോൾ നമുക്ക് സമാധാനം കിട്ടില്ലേ? അല്ലേ? ജീവിച്ചിരിപ്പില്ല നമ്മുടെ ഉമ്മ, എന്നാൽ ഉമ്മനെ ഓർക്കുമ്പോൾ ഒരു സമാധാനമല്ലേ? വല്ലാത്തൊരു സമാധാനം. അപ്പോൾ അള്ളാനെ ഓർത്താലോ? സുബ്ഹാനല്ലാഹ്, നമ്മൾ സമാധാനത്തിൻ്റെ ആളുകളാണ്. ആർക്കെങ്കിലും ഉണ്ടോ സമാധാനമില്ലായ്മ? എന്തെങ്കിലും കാരണത്താൽ ഉണ്ടോ? ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുമ്മ അൻതസ്സലാം പറഞ്ഞല്ലേ നമ്മൾ, വമിൻകസ്സലാം യാ റബ്ബ്. അല്ലാഹുവേ, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം കിട്ടുക. എനിക്ക് സമാധാനം വേണം. ആ സമാധാനത്തോടു കൂടിയാണ് നമ്മൾ പോവുക. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. സുബ്ഹാനല്ലാഹ്, എന്താണ് നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന അവസാന രംഗമുണ്ട്. ഖുർആൻ രംഗം പറയുന്നുണ്ട് അതിമനോഹരമായി. നിങ്ങളൊക്കെ പല നമ്മളത് കേട്ടിട്ടുണ്ടാവും. കല്ലാ ഇദാ ബലഗത്തി തറാഖി വഖീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. ഭയങ്കര മരണം റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നൊരു സമയമുണ്ട്, അവസാനിക്കുകയാണ്, വരില്ലാത്ത സമയം. അപ്പോൾ നമ്മളിങ്ങനെ നോക്കും,
അതുവരെ കണ്ണടച്ചിരുന്നവർ പോലും കണ്ണു തുറക്കും. അതുകൊണ്ടാണ് മരിക്കുമ്പോഴുള്ള സുന്നത്തെന്താ? ഒന്നാമത്തെ സുന്നത്ത് നമ്മൾ ചെയ്യേണ്ടത് കണ്ണടച്ചു കൊടുക്കാൻ. അതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചില കോമയിലൊക്കെ കിടക്കുന്ന ആളുകൾ അതുവരെ കണ്ണടിച്ചിരിക്കും, അപ്പൊന്ന് കണ്ണു തുറക്കും. ഞാൻ എൻ്റെ ഉമ്മയുടെ മരണം നേർക്ക് നേരെ കണ്ടത് ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. ഒരുപാട് ദിവസമായിട്ട് ഉമ്മ കണ്ണടിച്ചിരിക്കുകയായിരുന്നു. കണ്ണു തുറന്ന് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. കണ്ണു തുറന്നത് അവസാന സമയത്താണ്. തുറക്കും, ഭയങ്കരമായിരിക്കും. അന്ന് ആ കണ്ണിന് ഭയങ്കര മൂർച്ചയായിരിക്കും, വല്ലാത്ത മൂർച്ച. കാഴ്ചക്ക് ഭയങ്കര മൂർച്ചയായിരിക്കും. എല്ലാം കാണണം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മുടെ ചുറ്റും മലക്കുകളുണ്ട്, നമ്മളാരും കാണുന്നില്ലല്ലോ. ഉണ്ടോ? ഇല്ല. പക്ഷെ ആ സമയത്തുള്ള കാഴ്ച ഭയങ്കരമായിരിക്കും. ഗ്ലാസ് വെച്ചിട്ടില്ലെങ്കിലും ആ മലക്കുകളെ കാണും. ആ മലക്കുകളെ നമ്മുടെ കണ്ണുകൊണ്ട് കാണും. അതൊരു പ്രത്യേക അവസ്ഥയാണ്, ആ റൂഹ് പോകുന്ന അവസ്ഥ. റൂഹ് പോകുമ്പോൾ ഒരു എനർജി വരുന്നുണ്ട് നമുക്ക്. എനർജി പോവുകയല്ല, എനർജി വരികയാണ്. നമ്മളിങ്ങനെ നോക്കൂ, ആരെങ്കിലും ഉണ്ടോ? വക്കീല മൻ റാഖ് ഉണ്ടോ? ആരെങ്കിലും ഒന്ന് ഊതിത്തരാൻ, ഒരു കൂട്ടുകാരൻ, ഒരു സ്വകാര്യം പറയാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഒരു സമാധാനത്തിന് ഉണ്ടോ? വല്ലാത്ത രംഗമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട്. ഒരു വലിയ സംസ്കാരമായി വളർന്നിട്ടുണ്ട് അത്, പെയിൻ ആൻഡ് പാലിയേറ്റീവ്. എന്താ? വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകുക എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ വേദന ഉള്ള രോഗമാണ് അത്രേ ക്യാൻസർ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ക്യാൻസർ ബാധിച്ച മനുഷ്യർക്കുള്ള ആശ്വാസമാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെൻ്ററുകൾ. നമ്മുടെ നാട്ടിൽ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു വലിയ ഡോക്ടർ. അദ്ദേഹത്തെ യൂറോപ്യൻ നാടുകൾ പോക്കിക്കൊണ്ടുപോയി. അതൊരു വലിയ മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കാണുന്നത് പോലും സമാധാനമായിരുന്നു. അദ്ദേഹം എന്നോടൊരിക്കൽ പറഞ്ഞു, നിങ്ങൾ കുറച്ച് ദിവസം എൻ്റെ കൂടെ ഉണ്ടാകണം. ഞാൻ ചോദിച്ചു, എന്തിനാ? നിങ്ങൾക്ക് ഞാൻ സംഗതികൾ കാണിച്ചു തരാം. ഭയങ്കരമായൊരു കാഴ്ച. എന്താ കാഴ്ച എന്നറിയോ? ആളുകൾ മരിക്കണ കാഴ്ച. ക്യാൻസർ ബാധിച്ച ആളുകൾ മെഡിക്കൽ കോളേജിലെ പാലിയേറ്റീവ് കെയർ സെൻ്ററിൽ മരിക്കുമ്പോൾ ഡോക്ടർ അടുത്ത് നിൽക്കും. ഡോക്ടർ കയ്യവരിങ്ങനെ മുറുക്കി പിടിക്കും. ആ കൈ ഡോക്ടർ ഇങ്ങനെ വെച്ചു കൊടുക്കും, മുറുക്കി പിടിക്കാൻ. ഡോക്ടർ പറയുന്നത് ഭയങ്കര സമാധാനമാണ് അവർക്ക്. മുറുക്കി പിടിക്കുമ്പോൾ പിടിക്കാൻ ഒരാള്, പറയാനൊരാള്, ചോദിക്കാനൊരാള്. ബോധ്യമാവുകയാണ്, അവസാനമാണെന്ന് ബോധ്യമാവുകയാണ്. ഒന്നും ബോധ്യമാകാത്തവർ പോലും ബോധ്യമാകും അവർക്ക്. അൽഷിമേഴ്സ് കേട്ടിട്ടില്ലേ അല്ലേ? കേട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിആദത്ത് നടത്തിയ ഒരു സ്റ്റേജാണ് അൽഷിമേഴ്സ്. നബിയുടെ ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈൻ വഖഹ്രി റിജാൽ വഅഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ. അർദലുൽ ഉമർ, അതാണ് അൽഷിമേഴ്സ്. അൽഷിമേഴ്സ് ഭയങ്കര, ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ നിങ്ങളൊക്കെ ആകാൻ പോവുകയാണ് ഇതിലേക്ക്. അള്ളാഹു കാക്കട്ടെ. ദുആ ചെയ്തോളൂ എല്ലാവരും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ. സഹോദരങ്ങളെ, പറ്റൂല, കഴിയില്ല. ആരാ നമ്മളെ കെയർ ചെയ്യുക? ആര് കെയർ ചെയ്യും? നമ്മളെ ഉപ്പനെ നമ്മൾ നോക്കി, പക്ഷെ നമ്മൾ ആര് നോക്കും? നമ്മളെ ഉപ്പനെ നമ്മൾ നോക്കി, ആര് നോക്കും നമ്മളെ? വല്ലാത്തൊരവസ്ഥയാണ്. ഒന്നും തിരിച്ചറിയില്ല, ഒരു വസ്തുവും തിരിച്ചറിയില്ല.
എന്നിട്ട് ചില സ്റ്റേജുകൾ കേട്ടാൽ വല്ലാത്ത പേടിയാകും. കണ്ടിട്ടുണ്ടെങ്കിൽ വല്ലാത്ത പേടിയാകും. കാണണം. അത് ചികിത്സിക്കാൻ പ്രത്യേക മെഡിക്കൽ വിഭാഗമുണ്ട്. ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അതെ, പക്ഷെ ആ സമയത്തൊക്കെ ഓർമ്മ ഉണ്ടാവും. എല്ലാം ഓർമ്മ ഉണ്ടാവും. കാരണം അതൊരു വല്ലാത്ത സ്റ്റേജാണ്. എല്ലാ പവറും തിരിച്ചു കിട്ടുക, സൂപ്പർ പവറായി തിരിച്ചു കിട്ടുന്ന രംഗമാണ്. ഭയങ്കര സംഭവമാണ് മരണം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ആസ്വദിക്കണം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ആസ്വദിക്കണം. നമ്മളോട് അള്ളാഹു പറയും ആ സമയത്ത്, നമ്മുടെ കർണപുടങ്ങളിൽ ഒരശരീരി കേൾക്കാം, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്. വാ, കടന്നു വാ. എങ്ങോട്ട്? ഇലാ റബ്ബിക്, നിന്റെ സ്വന്തം റബ്ബിന്റെ അടുത്തേക്ക്. ആരുമില്ലാന്ന് വിചാരിക്കണ്ട, ഞാനുണ്ട് നിന്റെ കൂടെ. വാ. റാദിയത്തൻ മർദിയ. നീ എന്നെ തൃപ്തിപ്പെട്ട് കടന്നു വരണം. ഞാൻ നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വാ. വിളിക്കാണ്. എന്ത് രസമുള്ള വിളിയാ. വിളി മാത്രമല്ല, വിളിയുടെ അവസാനം ഭയങ്കര. വിളി മാത്രമല്ല, ശരിക്ക് വീഡിയോ പ്രസന്റേഷൻ ഉണ്ട്. അള്ളാന്റെ വിളിയുണ്ട്, ഓഡിയോ പ്രസന്റേഷൻ ഉണ്ട്. ഒരുപാട് ആളുകൾ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരാം ഒരു സ്ക്രീനിൽ. അതാ വീഡിയോ പ്രസന്റേഷൻ. ആരാന്നറിയോ? മരിച്ചുപോയ നമ്മുടെ എല്ലാവരും ഉണ്ടാവും. കാണിച്ചു തരാം. എന്നിട്ട് പറയാണ്, അവരൊക്കെ ഉണ്ട് ഇവിടെ. വാ, വദ്ഖുലി ജന്നതി. ഭയങ്കര രംഗമാണ് സഹോദരന്മാരെ. നമുക്ക് പോയി നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ദാറുണ്ടല്ലോ, ദാറുൽ ബർസഖ് കഴിഞ്ഞിട്ട് പോകാനുള്ള വീട് കൃത്യമായി കാണിച്ചിങ്ങനെ തരും ഒരു സ്ക്രീനിൽ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്ക സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിങ്ങനെ തരും. സുബ്ഹാനല്ലാഹ്. ഇത് നമ്മൾ ആസ്വദിക്കൂലേ? അല്ലേ? ഒരു നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു, പൈസ അടച്ചു, ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ആ ഡേറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അതിന് 2 ദിവസം മുമ്പ് നമ്മൾ ടൂർ ഓപ്പറേറ്റർ കുറച്ച് വീഡിയോ പിക്ചറില്ല നമ്മൾ പോണ സ്ഥലം കാണൂലേ? നോക്കൂലേ? നോക്കും, കാണും, ആസ്വദിക്കും. അതുപോലെ നമ്മൾ നോക്കും, കാണും, ആസ്വദിക്കും. സുബ്ഹാനല്ലാഹ്. ഭയങ്കരമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, മരണത്തെ പേടിക്കില്ലേ? ആരും എന്തായാലും പേടിക്കൂലേ? പിന്നെന്താ പേടിച്ചിട്ട്? എന്തായാലും മരിക്കും. പ്രിപ്പയറായി മരിക്കാൻ. പ്രിപ്പയറല്ല. നമ്മളോട് അള്ളാഹു ഒന്നേ പറഞ്ഞുള്ളൂ. എന്താ? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വല്ലാത്ത വാക്കാ. ആഗ്രഹിച്ചോളൂ, ചോദിച്ചോളൂ. യൂസുഫ് അലൈഹിസ്സലാം ചോദിച്ച ചോദ്യമുണ്ട്. എന്താ ചോദ്യം? ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ചോദിച്ചോളൂ. ഒരു മടിയും കാണിക്കാതെ ചോദിക്കണം. ഫാത്തിറസ് സമാവാതി വൽ, അള്ളാഹുവിനോട് പറയും, അല്ലാഹുമ്മ നീയാണ് റബ്ബേ ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ ഇவ்விதം അത്ഭുതകരമായി പിളർത്തി സൃഷ്ടിച്ചവൻ നീയാണ്. അൻത വലിയ്യി. വല്ലാത്തൊരു വാക്കാ. ആ വാക്കിങ്ങനെ നമ്മുടെ ഉള്ളിൽ തട്ടി പറയണം. അൻത വലിയ്യി. എവിടെ? ഫിദ്ദുനിയ. ദുനിയാവിൽ നിന്റെ വലിയ ആരാ? അൻത. അതാണ് കിട്ടേണ്ടത് നമുക്ക്. അള്ളാഹു നമ്മുടെ വലിയായി നമുക്ക് അനുഭവപ്പെടണം. എവിടെയും നമ്മുടെ രക്ഷകനായി അള്ളാഹു വരും. നമുക്ക് അള്ളാഹിനെ കുറിച്ച് പറയണ്ടല്ലോ, അപ്പം പറയാം എൻ്റെ ബാക്കി. അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ. ദുനിയാവിൽ മാത്രമല്ല, ആഖിറത്തിലും. സുബ്ഹാനല്ലാഹ്. പറയും മക്കളെ, അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ. എനിക്ക് വേറെ വലിയില്ല, വേറെ ഒരു വലിയും എനിക്കില്ല. വലിയുകളായി സങ്കല്പിച്ചു വെച്ച ഒന്നും വലിയല്ല. എനിക്കൊറ്റ വലിയേ ഉള്ളൂ. അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ.
അതുകൊണ്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് റബ്ബേ. എന്താ? തവഫനി മുസ്ലിമൻ, തവഫനി മുസ്ലിമൻ. ആഗ്രഹിക്കണം നമ്മൾ. അല്ലാഹുവേ, എന്നെ നീ ചേർക്കുകയാണല്ലോ, നിന്നിലേക്ക് ചേർക്കുകയാണ്. വഫാത്ത് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. മരണം എന്നൊക്കെ ഞാൻ പറയാൻ മറന്നുപോയതാ. ഒരുപാട് പദങ്ങളുണ്ട് നമ്മൾ പരിഭാഷപ്പെടുത്തി ചീത്തയാക്കിയത്. അതിൽപ്പെട്ട ഒന്നാണ് വഫാത്ത് അല്ലെങ്കിൽ മൗത്ത് എന്നൊക്കെ പറയുന്നത്. അത് പേടിപ്പിക്കണമെന്നായി ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്താ വഫാത്ത് പറഞ്ഞാൽ? ചേർക്കുകയാണ്. കുറച്ചു കാലം വിട്ടു നിന്നിരുന്നു, അള്ളാഹു ചേർത്ത് നിർത്തുകയാണ് അള്ളാഹുവിലേക്ക്. അതാണ് മരണം. അതാണ് തവഫനി എന്ന് പറഞ്ഞത്. തവഫനി റബ്ബേ, നീ എന്നെ നിന്നിലേക്ക് ചേർത്ത് പിടിക്കുക. അങ്ങനെ പറഞ്ഞു. അതല്ലേ നല്ലത്? അതല്ലേ മനോഹരമായ ആവിഷ്കാരം? അതാണ് മരണം. തവഫനി മുസ്ലിമൻ. അതൊക്കെ നമ്മളല്ലാതെ ആരെങ്കിലും ഈ മരണത്തെ പേടിച്ച മുസ്ലിം സമൂഹം വേറെ ഉണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. സഹാബത്തിൻ്റെ കഥയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വല്ലാതെ വികാരം കൊള്ളാറുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ആ കഥയിലുള്ള യഥാർത്ഥ വില്ലൻ ആരാണ്? വില്ലൻ ഇതാണ്. മരണം അവർക്ക് ഇഷ്ടമായിരുന്നു. മരണത്തെ ഇഷ്ടപ്പെട്ടോളൂ, ആഗ്രഹിക്കണ്ട. ഇഷ്ടം വേറെയാണ്, ആഗ്രഹം വേറെയാണ്. ഇഷ്ടപ്പെടണം, വെറുത്തിട്ട് കാര്യമല്ല. അതുകൊണ്ട് ഇഷ്ടപ്പെടണം, കാരണം മരിച്ചു പോകണം. പറയ് തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി. നോക്കൂ, മരണത്തിന് ശേഷം എന്താ സംഭവിക്കണേ? എന്താ നമ്മളെ പഠിപ്പിച്ചത്? മരണത്തിന് ശേഷം നമ്മൾ മണ്ണായി പോകും, ചീത്തയായി പോകും, ഭയങ്കര പ്രശ്നമായിരിക്കും, ഖബറിൻ്റെ ഉള്ളിൽ ഭയങ്കര പ്രശ്നമാണ്, അതാണ് ഇതാണെന്നൊക്കെ പഠിപ്പിച്ചത്. അല്ല, അവിടെ സാലിഹ്യങ്ങളുടെ അടുത്തേക്കാണ് പോണത്. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. സാലിഹ്യങ്ങളുടെ അടുത്തേക്കാണ് പോണത്. സാലിഹീങ്ങൾ, സുബ്ഹാനല്ലാഹ്, അല്ലേ സാലിഹ്യങ്ങളുടെ അടുത്തേക്ക്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ദിവസത്തെ ഒരു രംഗമുണ്ട്. എല്ലാ സഹാബത്തിൻ്റെയും ജീവിതത്തിൻ്റെ അവസാനത്തെ രംഗങ്ങൾ വിവരിക്കപ്പെട്ടിട്ടുണ്ട്, കേൾക്കേണ്ടതാണ് അതൊക്കെ. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അവസാന ദിവസമുണ്ട്. അദ്ദേഹം ഏറെ ഇഷ്ടപ്പെടുന്ന പ്രിയതമ അടുത്തിരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം സന്തോഷത്തോടുകൂടി ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഗദൻ നൽഖൽ അഹിബ്ബ മുഹമ്മദൻ വഅസ്ഹാബഹു. യാ അല്ലാഹ്, യാ കരീം, ഗദൻ നൽഖൽ അഹിബ്ബ. നാളെ നാം പ്രിയപ്പെട്ടവരെ കാണാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരാരാ? നിങ്ങൾ ആലോചിക്കൂ. ഇതാ മരണം. ആഖിറത്തേക്കുള്ള പടി ഇതാ. ജീവിതം എന്ന പുസ്തകത്തിലെ അവസാനത്തെ ചാപ്റ്ററിൻ്റെ പേരാണെന്ത്? വഫാത്ത് അല്ലെങ്കിൽ മൗത്ത് എന്ന് പറയുന്നത്. അവസാനത്തെ ചാപ്റ്റർ അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അവസാനത്തെ ചാപ്റ്റർ കഴിഞ്ഞാൽ എന്താ? മടങ്ങി വേറെ ബുക്ക് തുറക്കണം, അല്ലേ? ബർസഖ് വേറൊരു ബുക്കാണ്. ഇനി ബർസഖിനെ സംബന്ധിച്ച് എന്താ പറയുന്നത്? മരണത്തെപ്പോലെ മനുഷ്യൻ തെറ്റിദ്ധരിച്ച ഒന്നാണ് ബർസഖ്. ആഖിറത്തിലേക്ക് പോകാനുള്ള സെക്കൻഡ് സ്റ്റേജ് ബർസഖാണ്. ഒന്നാമത്തെ സ്റ്റേജ് അതായിരുന്നു, ദുനിയാവായിരുന്നു. സെക്കൻഡ് സ്റ്റേജ് ബർസഖാണ്. ബർസഖിലൂടെയല്ലാതെ ആഖിറത്തിലേക്ക് എത്തൂല. അതല്ലെങ്കിൽ ബർസഖിലൂടെയാണ് ആഖിറത്ത് ആരംഭിക്കുന്നത്. അങ്ങനെ പറഞ്ഞു. ഓരോരുത്തരുടെയും ഖിയാമത്ത് ആരംഭിക്കുന്നത് അവരുടെ മരണത്തോടു കൂടിയാണ്. മറ്റേ ഖുർആനിൽ പറഞ്ഞ കുറേ അടയാളങ്ങളില്ലേ, ഇദ ശംസു കുവിറത്ത്, ഇദ സമാഉൻ ഫതറത്ത്, അങ്ങനെ ഒക്കെ തകർന്ന് തരിപ്പണമാകുന്നത്, അതൊക്കെ അവസാന ദിവസത്തിൻ്റെതാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഖിയാമത്ത് ആരംഭിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും വഫാത്തോടു കൂടിയാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് ചെന്ന് ചേരുമ്പോൾ ഇവിടുത്തെ അത് അവസാനിച്ചു. പിന്നെ ഇവിടെ പ്രശ്നമല്ല, പിന്നെ ഒരു പ്രശ്നമില്ല. പിന്നെ അതിമനോഹരമാണ് ജീവിതം. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ദാറു തഅബ്, ദാറുൽ ഇംതിഹാൻ, ദാറുൽ ഇബ്തിലാ. അവിടെയോ ഒക്കെ കഴിഞ്ഞില്ലേ? ഇവിടെയാണ് ക്ഷീണം, ഇവിടെയാണ് രാവിലെ എണീറ്റ് ജോലിക്ക് പോകണം, ഡ്യൂട്ടിക്ക് പോകണം, വേണ്ടേ? ബോസിന്റെ അടുത്ത് ഇങ്ങനെ ബഹുമാനത്തോടു കൂടി നിൽക്കണം, ഓഫീസിൽ കൃത്യസമയത്ത് സൈൻ ചെയ്യണം, ഇന്ന ഡ്യൂട്ടികളൊക്കെ ചെയ്യണം. എന്തൊക്കെ പ്രശ്നം!
ദാറു ഇബ്തില ആണ്, ദാറു ഇംതിഹാൻ. നിരന്തരം പരീക്ഷകൾ എഴുതണം, നിരന്തരമായ പരീക്ഷണങ്ങൾ. എല്ലാവരെയും ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുക ഏറ്റവും കൂടുതൽ വിശ്വാസം ശക്തിയുള്ളവരെ ആയിരിക്കും. അതിശക്തമായ പരീക്ഷണം, അതാണ് ദുനിയാവ്. എന്തൊക്കെ തരം പരീക്ഷണം! എത്ര തവണയാണ് അള്ളാഹു അത് പറഞ്ഞത്? മരണത്തെക്കുറിച്ച് പറഞ്ഞെടുത്തും പറഞ്ഞു, വനബലുവുക്കും, നിങ്ങളെ നാം പരീക്ഷിക്കും. മരിക്കണതിന് മുമ്പേ. ജീവിതം അതിനുള്ളതാണ് അല്ലേ? സൂറത്തുൽ മുൽക്ക് നമ്മളൊക്കെ ഓതാറില്ലേ? എന്തിനാ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഏതാണ് അഹ്സനുൽ അമൽ? ഏറ്റവും നല്ല പ്രവർത്തനം, ഏറ്റവും പെർഫെക്റ്റായി ഇവിടെ ജീവിച്ചത് ആരാ? നല്ല വീടുള്ളവൻ, നല്ല കുടുംബമുള്ളവൻ, നല്ല ജോലിയുള്ളവൻ, നല്ല സാലറി ഉള്ളവൻ, നല്ല ബാങ്ക് ബാലൻസ് ഉള്ളവൻ, നല്ല സൗന്ദര്യമുള്ളവൻ, നല്ല ബോഡി ഫിറ്റ് ഉള്ളവൻ? നോ, നെവർ. അല്ല, ഒരിക്കലുമല്ല. ഏറ്റവും കൂടുതൽ അള്ളാഹുമായി അടുപ്പം സ്ഥാപിച്ചവൻ ആരാണോ അവൻ അള്ളാഹു ഇങ്ങനെ ഇറക്കി കൊടുക്കും സമാധാനം. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയത്. അമ്പിയാക്കന്മാർക്ക് മുഴുവൻ കിട്ടിയത്. അമ്പിയാക്കന്മാരുടെയൊക്കെ ചരിത്രം എത്ര വീര്യമുള്ളതാണെന്ന് കേട്ടു നോക്കണ്ടേ നമ്മൾ? എത്ര വീര്യമാണ്! അള്ളാന്ന് വിളിക്കുമ്പോൾ അവർക്ക് കിട്ടിയ സമാധാനം. നമുക്ക് അള്ളാന്ന് വിളിക്കുമ്പോൾ നമ്മൾ യേശുദാസിൻ്റെ പാട്ടിലാണ് അള്ളാഹ് കേട്ടേ. ഒറിജിനൽ അള്ളാഹ് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് അള്ളാഹ് എന്ന് പറയുമ്പോൾ ദിക്റുള്ള നമുക്ക് സമാധാനം നൽകാത്തതാണ്. നമ്മളെ സുബ്ഹാനല്ലാഹുകളും അൽഹംദുലില്ലകളും അല്ലാഹു അക്ബറുകളൊക്കെ കേവലം നാവിലും ചുണ്ടിലും മാത്രമാണ്, ഹൃദയത്തിൻ്റെ അകത്തേക്ക് കയറിയില്ല. ഹൃദയത്തിൻ്റെ അകത്തേക്ക് കയറാത്തത് ദിക്റല്ല. അല്ല, ദിക്റാകണമെങ്കിൽ ഹൃദയത്തിൽ നിന്ന് വരണം. അപ്പം അവിടെ സമാധാനം കിട്ടും, ആശ്വാസം കിട്ടും. ബർസഖ് അതിമനോഹരമാണ് സഹോദരങ്ങളെ, അതിമനോഹരം. അതിമനോഹരം എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബർസഖിനെ കുറിച്ച് പറയുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. അതൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം നൽകേണ്ട വാക്കുകളാണ്. പ്രത്യേകിച്ച് ഖബറിലെ ജീവിതം. ബർസഖ് ആരംഭിക്കുന്നത് ഖബറിലെ ജീവിതത്തോടുകൂടി. ഖബർ എന്ന് പറഞ്ഞാൽ നിങ്ങളാരും വിചാരിക്കരുത് നമ്മളെ കൊണ്ടുപോയി അടക്കിയ സ്ഥലമാണ് എന്ന്. അല്ല, അവിടെ നമ്മളില്ല, നമ്മുടെ ശരീരമേ ഉള്ളൂ. ശരീരം നമ്മളല്ല. ആണോ? ശരീരം നമ്മളല്ല. അതുകൊണ്ടാണ് ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയാൽ നമ്മളെ പേരെല്ലാവരും മാറ്റിയില്ലേ? ഞാനിന്ന് രാത്രി പോയി കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ നിങ്ങളെന്താ ചോദിക്കുക? പേര് മാറ്റില്ലേ? എൻ്റെ പേര് മാറും, നിങ്ങളൊക്കെ പേര് മാറും. കാരണം എന്താ? പേരിൻ്റെ ആൾ പോയി, അത് പോയി. ഇപ്പോഴുള്ള ശരീരമാണ്. ഖബറല്ല. ഖബർ എന്ന് പറഞ്ഞാൽ അതല്ല, കുഴിയല്ല ഖബർ. അല്ല, ഖബർ അനുഭവമാണ്. അതാണ് ഖബർ ശിക്ഷയും ഖബർ രക്ഷയും ഒക്കെ. അതാണ് ഖബർ ശിക്ഷയെ നിഷേധിക്കുന്ന കുറെ മൂല്യക്കാന്മാരെ കണ്ടിട്ടില്ല നിങ്ങൾ? എന്താ കാരണം? അവർ വിചാരിച്ച ഇതാണ് ഖബറെന്ന്. അതാണ്, അത് പ്രതീകം മാത്രമാണ്. അവിടെ നമ്മളെ ശരീരമേ ഉള്ളൂ, അത് കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ മക്കത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഒരുപാട് കാലം മക്കത്ത് ജീവിച്ചിട്ടുണ്ട്. ഞാനിത് കാണാൻ പോകുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കാഴ്ച. എന്താ വെച്ചാൽ 30 ദിവസം കഴിഞ്ഞാൽ ആ സ്ലാബ് നോക്കിയിട്ട് അതിലേക്കൊരു പൊടിയിടും ബംഗാളികൾ. മനസ്സിലായില്ലേ? ഒരു 3-4 ദിവസം കഴിഞ്ഞ് നമ്മൾ ചോദിക്കുക എന്നാ അത് പൊളിക്കുക. 3-4 ദിവസം കഴിഞ്ഞ് അത് പൊളിക്കും. അപ്പോൾ ഒന്നും ഉണ്ടാവില്ല, 2 ഉണ്ടാവും. അതെടുത്തിട്ട് ഹുദൈബിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ വലിയ കുഴിയുണ്ട്. ആ കുഴി കൊണ്ടിടും. ഖലാസ്, അത്രയേ ഉള്ളൂ. ഖബറിലെ ജീവിതം മനോഹരമാണ്. ആരും പേടിക്കരുത്. ഖബറിന്ന് കേട്ടിട്ട് ആരും പേടിക്കരുത്. ഖബർ നമ്മൾ കാണാൻ പോണത് എന്തിനാ? സിയാറത്തിന്. എന്തിനാ സിയാറത്ത് ചെയ്യണല്ലോ? ഖബർ സിയാറത്ത് എന്തിനാ? ഫഇന്നഹ തുദക്കിറുകുമുൽ ആഖിറ. റസൂലുള്ളാഹിന്റെ വാക്ക. നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണം. എന്തിനാ? നിങ്ങൾക്ക് ആഖിറത്തിന് ഓർമ്മ വരാൻ. നമുക്ക് അവിടെ ചെന്ന് നിന്നിട്ട് നമ്മൾ എന്താ പറയുന്നത്? അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമൽ മുഅ്മിനീൻ ഇന്ന ഇൻഷാ അല്ലാഹു ബിക്കും
ലാഹിഖൂൻ ലാഹിഖൂൻ. നമ്മളും വരാൻ പോണ്ടേ, നമ്മളും വരുന്നുണ്ട്. അടുത്ത ഫ്ലൈറ്റിൽ നമ്മളുണ്ട്. ഇതേ ഭയങ്കര. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് നമ്മോട്. അതുപോലെ നമ്മളെപ്പോഴും ചിന്തിക്കണം, ഒരു കാരണവശാലും ഇതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കുക. ഇന്നൽ ഖബ്റ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. എല്ലാവരും ശ്രദ്ധിച്ചോ വാക്ക്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കാ. മൻസിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ വീടിന് പേരിട്ടതല്ലേ, ഹിലാൽ മൻസിൽ, മറ്റേ മൻസിൽ എന്നൊക്കെ. അല്ലാഹുവിൻ്റെ റസൂൽ പറയാം, ആഖിറത്തിലെ മൻസിലിൽ ആദ്യത്തെ മൻസിലാണ് ഖബർ. ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസർ മിൻ. അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ അതിൻ്റെ ശേഷമുള്ളത് ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടണം, വേണ്ടേ? രക്ഷപ്പെടണം. നമ്മൾ ഈ രക്ഷപ്പെടാത്തവരുടെ കഥ പറഞ്ഞിട്ടേ ഖബർ ഇങ്ങോട്ട് ഇടുക്കിക്കണ ആകെ. നമ്മളാ കൂട്ടത്തിലാ ആണോ? അങ്ങനെ വിചാരിക്കണം. നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചോ? നമ്മളെല്ലാ അത്തഹിയ്യാത്തിലും പ്രാർത്ഥിക്കാറില്ലേ? പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? മലയാളികളൊക്കെ മദ്രസയിൽ നിന്ന് പഠിച്ചു വന്നത് അതല്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ സുബ്ഹാനല്ലാഹ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെ അദാബിൽ നിന്ന് രക്ഷ തേടാൻ നമ്മൾ ചോദിച്ചാൽ നമ്മളങ്ങോട്ട് പോകുന്ന അർത്ഥം പോകരുതെന്നല്ലേ? അല്ലേ? പിന്നെന്തിനാ ഖബറിനെ കുറിച്ച് ആലോചിച്ച് ഭയപ്പെടുന്നത്? ഖബർ ഭയപ്പെടാനുള്ളതല്ല. പാട്ട് കണ്ടി പാടിയിട്ട് നമ്മളെ പേടിപ്പിച്ചു. 6 അടി മണ്ണിൻ്റെ പാട്ട് പാടിയില്ലേ എരഞ്ഞോളി മൂസാക്ക? ഭയങ്കര പാട്ട്. ആ പള്ളി ആയതുകൊണ്ട് ഞാൻ പാട്ട് പാടുന്നില്ല. ഭയങ്കര പാട്ട്, കേട്ട് നിന്ന് പോകും. ഭയങ്കര പാട്ട്. അതല്ല നമ്മുടെ ഖബർ. കേൾക്കില്ല? ശരിക്ക് ശ്രദ്ധിച്ചാൽ മതി. കേൾക്കേണ്ടതൊക്കെ അള്ള കേൾപ്പിക്കുന്നു. നമ്മളെ ഖബർ സഹോദരന്മാരെ അതൊന്നുമല്ല. ഈ ആൾക്കാർ പറയണമെന്നൊന്നുമല്ല. അതിലേക്കൊന്നും പോകരുത്. നമ്മൾ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സമാധാനം വേണ്ടത് എന്തല്ല പറഞ്ഞുകൾ സമാധാനക്കേടുണ്ടാക്കല്ലേ? പറഞ്ഞു കണ്ട് പേടിപ്പിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞ്? പേടിപ്പിക്കല്ലേ? പറഞ്ഞിട്ട് സന്തോഷിപ്പിക്കുക. റസൂലുള്ളാഹി ആരായിരുന്നു? ബഷീറായിരുന്നു. ബഷീറൻ വ നദീറൻ. നദീർ ആർക്കാ? കുഫാറുകൾക്കാ, നമുക്കല്ല. നമുക്ക് ബഷീറാണ്. ഇന്നാ അർസൽനാക ബിൽ ഹഖ് ബഷീറൻ വ നദീറൻ. സുബ്ഹാനല്ലാഹ്. ഹഖിൻ്റെ ആളുകൾക്ക് ബിഷാറത്താണ് ഉണ്ടാകുക, സുവിശേഷം. നമ്മൾ പേടിക്കേണ്ട സ്ഥലമല്ല ഖബർ. അതാ ഞാൻ പറഞ്ഞത്. അത്ര മനോഹരമാണ്. എന്തുകൊണ്ട് പേടിക്കണ്ട? പല കാരണങ്ങളാൽ പേടിക്കണ്ട. ഞാനെന്താ വെച്ചാൽ എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട് ഇപ്പം. അതുകൊണ്ട് കുറച്ചൊരു ഓർമ്മശക്തി കുറവുണ്ട്. അതൊരു രോഗത്തിൻ്റെ ലക്ഷണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ എന്നോട് പറഞ്ഞത് വേറെ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, ഏതായിരുന്നാലും എന്തുകൊണ്ട് ഖബറിനെ പേടിക്കണ്ട? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് പേടിക്കണ്ട? ഒരുപാട് കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം, ഖബർ എന്ന് പറഞ്ഞാൽ എന്താ ഖബർ എന്ന് പറഞ്ഞാൽ? ആ കുഴിയ അല്ല. ഖബർ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ വാക്കാണ് നമ്മൾ കേൾക്കേണ്ടത്. റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന. യാ സലാം. റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന. എന്താ റൗദ പറഞ്ഞ? തോട്ടം, പൂന്തോട്ടം, അതിമനോഹരം. എവിടുത്തെ തോട്ടം? ഇവിടെ നമ്മുടെ നാട്ടിലെ പള്ളിപ്പറമ്പിലെ 6 അടി മണ്ണുണ്ടല്ലോ, ആ മണ്ണല്ല അത് റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന. സ്വർഗത്തിൽ നിന്നുള്ള ഒരു ഗാർഡനാണ്. പേടിക്കണം. ചോദിച്ചോ അള്ളാഹിനോട്, അല്ലാഹുമ്മ ജഅൽ ഖബ്രി റൗദത്തൻ മിൻ റിയാദിൽ ജന്ന. അള്ളാഹ് തരും. അല്ലാഹുമ്മ ജഅൽ ഖബ്രി റൗദത്തൻ മിൻ റിയാദിൽ ജന്ന. എൻ്റെ ഖബർ ചോദിക്കണം. മാതാപിതാക്കളൊക്കെ മരിച്ചവരില്ല ഇവിടെ? ചോദിക്കണം മാതാപിതാക്കൾക്ക് വേണ്ടി. അല്ലാഹുമ്മ ജഅൽ ഖുബൂറ ആബാഇ റൗദത്തൻ മിൻ റിയാദിൽ ജന്ന.
ചോദിക്കണം. ഭയങ്കര. പിന്നെ ഇത് റസൂൽ പറഞ്ഞതല്ലേ, റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. രണ്ടാമത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ പറ്റി അല്ലാന്നേ. പിന്നെ അത് പറയണ എന്തിനാ? രണ്ടാമത്തെ വാക്ക് ഹുഫ്രത്തുൻ മിൻ ഹുഫരിൻ നീറാൻ. അത് നമ്മൾ പറയണ്ട, സമാധാനം ഉണ്ടാക്കണത് പറഞ്ഞാൽ മതി, മറ്റേ പറയണ്ട. നമ്മളിത് നരകക്കൂടിയാകാൻ പാടില്ലല്ലോ, നമ്മളിത് സ്വർഗമാകട്ടെ, സ്വർഗത്തിൽ നിന്നുള്ളൊരു തോപ്പാകട്ടെ. ഈ മാതിരി ജീവിച്ചിട്ട് ഇനിയും നരകത്തേക്ക് പോവുക. ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ദുനിയാവിലുള്ള മിക്കവാറും അള്ളാ വേണ്ടാന്ന് പറഞ്ഞൊക്കെ ഒഴിവാക്കിയില്ലേ നമ്മളെ കഴിവിൽപ്പെട്ടതൊക്കെ ഉണ്ടല്ലേ? ഉണ്ടല്ലോ. എന്നിട്ട് പിന്നെ നരകത്ത് പോകണം. പിന്നെ നമുക്ക് റൗളത്തുൻ മിൻ റിയാദിൽ ജന്നയാണ്. ആഖിറത്തിലേക്ക് പോകാൻ അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കേൾക്കണം. നബിൻ്റെ വാക്ക് ഇങ്ങനെ ഖബറിനെ കുറിച്ച് കേട്ടാൽ എത്ര മനോഹരമാണ്. പുതിയ പോകും അങ്ങോട്ട് പോകാൻ, പുതിയ പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഇദാ ദഖലൽ മുഅ്മിൻ ഖബ്റഹു, മുഅ്മിൻ അവൻ്റെ ഖബറിലേക്ക് പ്രവേശിച്ചാൽ, ആ ഖബർ എന്ന് പറഞ്ഞാൽ കുഴിയാണ്, ഇനി മാറും. യഖൂലുല്ലാഹു തആല ലിൽ മലായിക, അല്ലാഹു മലക്കുകളോട് പറയാം, ഇഫ്രിഷൂ ലിഇബാദി ഇഫ്രിഷൂ ലിഅബ്ദി മിനൽ ജന്ന, ഇഫ്രിഷൂ ലിഅബ്ദി മിനൽ ജന്ന. ഫുർഷിനൊക്കെ അറിയാലോ, കാർപ്പറ്റേ, അതിനല്ലേ പറയാം മഫ്റുഷ. ഫർണിച്ചറും കാർപ്പറ്റും ഒക്കെ. എവിടുത്തെ ഫർണിച്ചറും കാർപ്പറ്റും? മിനൽ ജന്ന. വേണ്ടേ? ആണോ വേണ്ടേ? എന്തെങ്കിലും പറയാനൊരു ധൈര്യമില്ലാത്ത ഇഫ്രിഷു, മലക്കുകളോട് പറയാം, ഇഫ്രിഷു ലിഅബ്ദി മിനൽ ജന്ന, എൻ്റെ അടിമക്ക് സ്വർഗത്തിൽ നിന്നുള്ള ഫർണിച്ചർ കൊടുക്കുന്നേ. തുറന്നില്ല. പിന്നെ ഒരു വാക്കുണ്ട്. അപ്പം അള്ളാഹിനോട് നമ്മൾ ചോദിക്കേണ്ടത് അതാണ്. പഠിച്ചവനെ ഖബർ എന്ന് പറഞ്ഞ് പേടിക്കല്ല വേണ്ടത്. അള്ളാഹുവേ, എൻ്റെ ഖബർ ഇഫ്രിഷ്ലി ഫീ ഖബ്രി മിനൽ ജന്ന, പ്രാർത്ഥിച്ചോ. ഇഫ്രിഷ്ലി ഫീ ഖബ്രി മിനൽ ജന്ന, റസൂലുള്ളാഹിന്റെ വാക്ക. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത് പറയുന്നത്, അള്ളാഹു മലക്കുകളോട് പറയും, വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന. ഞാനിതിൻ്റെ അർത്ഥമൊന്നും പറയണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാണല്ലേ? ഭയങ്കര അറബി ഭാഷ എന്ന് പറഞ്ഞാൽ ഭയങ്കര മനോഹരമായ ഭാഷ. പറഞ്ഞാൽ തന്നെ മനസ്സിലാവും, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു വേണ്ട. വഫ്തഹൂ, തുറന്നു കൊടുക്ക്, ലഹു, അവന്, ആർക്ക്? ഈ അടിമക്ക്. എന്ത്? ബാബൻ മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള ഒരു വാതിൽ. എങ്ങോട്ട്? എങ്ങട്ടാ? ഖബറിലേക്ക്. സ്വർഗത്തിൽ നിന്നൊരു വാതിൽ. നിങ്ങൾ ആലോചിച്ചൊക്കെ എന്തായിരിക്കും എൻ്റെ രസം ആ ജീവിതം. ഇത് നിങ്ങൾ പേടിച്ചുകൊണ്ട് കിടക്കുന്നത്? ഇത് പേടിക്കാനുള്ളതല്ല. നല്ല ചൂടുള്ള റൂമിലേ അപ്പുറത്ത് AC ഇട്ടിട്ടൊരു വിൻഡോ തുറന്നു വെച്ചാൽ എന്തായിരിക്കും ആശ്വാസം അല്ലേ? അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഒരു വിൻഡോ, ഒരു ഡോറ് തുറന്നാൽ എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്, പറഞ്ഞാൽ തീരൂല. അത് അത്ര മനോഹരം. ഒരുപാട് ഹദീസ് പറയാനുണ്ട്. ഒന്നുമല്ല, ഭയങ്കര. 3 എന്തുകൊണ്ട് ഖബർ സുഖമുള്ള സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സുബ്ഹാനല്ലാഹ്, യുഫ്തഹു ലിൽ മുഅ്മിനി ബാബുൻ മിൻ അബ്വാബിൽ ജന്ന. കേട്ടോ, യുഫ്തഹു ലിൽ മുഅ്മിനി ബാബുൻ മിൻ അബ്വാബിൽ ജന്ന ഫയഅതീഹി മിൻ നസീമിഹാ വയശുമ്മു റായിഹതഹാ. സ്വർഗത്തിൽ നിന്ന് ആ വാതിൽ, സ്വർഗത്തിൻ്റെ ഒരു വാതിൽ കൊണ്ട് തുറക്കും, നമ്മളെ ഖബറിലേക്ക് നേർക്ക് നേരെ. മനസ്സിലായില്ലേ? അപ്പം എന്താ വരുന്നത്? നസീമ് വരും. എന്താ നസീം എന്ന് പറഞ്ഞാൽ? മന്ദമാരുതൻ നമ്മൾ പറയാറില്ലേ? ഒരു കാറ്റ് ഇങ്ങനെ വരും. ഭയങ്കര രസമല്ലേ രാവിലത്തെ കാറ്റ്? കാറ്റ് മാത്രമല്ല, കാറ്റിൻ്റെ കൂടെ ആര് വരും എന്നറിയോ? അതാണ്, കാറ്റിൻ്റെ കൂടെ ചിലപ്പം നല്ല കുറേ സ്മെല്ലുകൾ വരാറില്ലേ? അത് സ്വർഗത്തു നിന്ന് വരിക. ആ കാറ്റിൽ സ്വർഗത്തിൻ്റെ സ്മെല്ല് വരുന്ന. എന്തായിരിക്കും സ്വർഗത്തിൻ്റെ സ്മെല്ല്? എന്തായിരിക്കും സ്വർഗത്തിൻ്റെ സ്മെല്ല്? യാ റബ്ബ്, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. കേൾക്കുമ്പോൾ ഒക്കെ പറഞ്ഞോളി, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരന്മാരെ, ഇതാണ് നമ്മളിത് ഒരിക്കലും ഇത് ഭയപ്പെട്ട് നടക്കേണ്ട ഒരു സംഗതിയല്ല. ഇനി കേട്ടോ, യൽബസുൽ മുഅ്മിനു മിൻ ലിബാസിൽ ജന്ന.
ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഖബറിനെ അങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. എന്ത് കൊടുക്കും? യുൽബിസു മിൻ ലിബാസിൽ ജന്ന, യുൽബിസു മിൻ ലിബാസിൽ ജന്ന, സ്വർഗത്തിലെ ഡ്രസ്സ് കൊടുത്തിട്ട് അണിയിക്കുന്ന. നമ്മൾ വിചാരിച്ച ഈ കഫൻ പൊതിഞ്ഞയിലാണെന്നാ? നോ, അത് കഴിഞ്ഞ് അത് മണ്ണായി പോയില്ലേ. നമ്മളവിടെ ഉണ്ട്. മണ്ണായി പോയത് എന്താ? ഈ കഫവും ശരീരവും ഒക്കെ മാത്രം, ഈ കഫനും ഈ കഫൻ പൊതിയും ശരീരവും ഒക്കെ മാത്രമേ മണ്ണായിട്ടുള്ളൂ. നമ്മളവിടെ ഉണ്ട്, നമ്മുടെ അസ്തിത്വം അവിടെയുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ. അപ്പൊ ഇവിടുന്ന് അന്തരീക്ഷത്തിൽ നിന്ന് ജീവനെടുത്തിട്ട് ജീവനുണ്ടാക്കുന്ന കാല. ക്ലോണിങ്ങിന്റെ ഏറ്റവും ഭയങ്കരമായ സൂപ്പർ പവറിലാണ് ലോകം നിൽക്കുന്നത്. സൂപ്പർ പവർ. എൻ്റെ ശബ്ദം വരും, എന്നെ പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഇവിടെ ഈ പള്ളിയുടെ ഉള്ളിൽ ഞാനിപ്പോൾ സംസാരിച്ചല്ലോ, എൻ്റെ ഈ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി ഇവിടെയൊക്കെ തങ്ങി നിൽക്കുന്നുണ്ട്. അത് മതി അത്ര എന്നെ ഉണ്ടാക്കാൻ. നിങ്ങൾ ആലോചിച്ചു, അല്ലാഹ് ആരാ? സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ സഹോദരന്മാരെ പേടിക്കണ്ട, ഈ ഖബറിനെ ഒരിക്കലും പേടിക്കണ്ട. ഇനി പറഞ്ഞാൽ തീരുമല്ലോ, ഒരുപാടുണ്ട്. ഖബറിലൊരു ലൈറ്റ് വരാണ്ട്, ഭയങ്കര വെളിച്ചം. നമ്മൾ വിചാരിച്ചത് ആ മീസാൻ, മറ്റേ ആ കല്ലുണ്ടല്ലോ, മണ്ണിൻ്റെ അടിയിൽ വെക്കുന്ന കല്ലല്ലേ ഇവിടെ കല്ല്, അല്ലെങ്കിൽ സ്ലാബ് വെച്ചാൽ പിന്നെ ഭയങ്കര ഇരുട്ടായിരിക്കും. എന്നാ എന്ത് ഇരുട്ട് കൂട്ടരെ, എന്ത് ഇരുട്ട്. ഇതാണ് നമ്മുടെ ആഖിറത്തിലേക്കുള്ള പോക്ക്. അതാണ് ഖബർ. അവിടെ എത്ര കാലം അറിയില്ല, എത്ര കാലമായാലും ഒരു പ്രശ്നവുമില്ല സഹോദരന്മാർ, ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നമില്ല എന്ന് സൂറത്ത് യാസീൻ വായിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാണല്ലേ അല്ലേ? നമ്മളെ ഉയർത്തെഴുന്നേറ്റ് വരേണ്ട ഘട്ടം വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താ? ആരാ എന്നെ വിളിച്ചോണ്ടി? ഞാൻ എന്ത് സുഖമായിട്ട് ഉറങ്ങിയിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിൽ പോകുമ്പോൾ നിങ്ങൾ ഖബർസ്ഥാനിലൊക്കെ ഒന്ന് പോയി നോക്കണം. എത്ര കാലം മുമ്പ് മരിച്ചവരുണ്ട് അല്ലേ? നൂറ്റാണ്ടുകൾ മുമ്പ് മരിച്ചവരവിടെ അല്ലേ? പഴയ ഖബർസ്ഥാനിലൊക്കെ പോയി ഒലക്കൊടണ്ട്, അതിൻ്റെ ഉള്ളിലാണ്. എല്ലാവരും ചോദിക്കും എഴുന്നേറ്റ് വരുമ്പോൾ കാരണം അത്ര സുഖ ഖബറിൽ. അള്ളാഹു സുഖം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ആരും പേടിക്കരുത്. ആഖിറത്തിനെ പേടിക്കല്ല കൂട്ടുകാരെ വേണ്ടത്, സ്നേഹിച്ചോളി, ആഖിറത്തിലെത്താൻ കൊതിച്ചോളി. അവസാനത്തെ സ്റ്റെപ്പ് അതാണ്. മൗലവി എപ്പോഴാണ് നിർത്തേണ്ടതെന്ന് പറയണേ. കൊതിച്ചോളി, കൊതിക്കണം. നമുക്ക് ആകെയുള്ള പ്രശ്നം ദുനിയാവ് കൊതിക്കാൻ നമ്മൾ നല്ലോണം പഠിച്ചിട്ടുണ്ട് അല്ലേ? സ്വപ്നം കാണും, ഇരുന്ന് സ്വപ്നം കാണും, കിട്ടൂല, എന്നാലും സ്വപ്നം കണ്ടു. എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞ നിങ്ങളത് എനിക്കറിയില്ല. ഞാൻ ഇരുന്ന് സ്വപ്നം കാണും, കിട്ടൂല, എന്നാലും. മാത്രമല്ല നമ്മുടെ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സൊക്കെ ഇപ്പോൾ പറയുന്നത് സ്വപ്നം കാണാനാ. സ്വപ്നം കാണാൻ കണ്ട് പഠിപ്പിച്ചിട്ട് സഹോദരന്മാരെ, നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ദുനിയാവിലെ നേട്ടമല്ല, ആഖിറത്ത് ആഗ്രഹിക്കുക. ആഖിറത്ത് ആഗ്രഹിച്ചാൽ ദുനിയാവ് കിട്ടും. അതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം അള്ളാഹു നോക്കുന്നത് എങ്ങടാ? ഹൃദയത്തിലേക്കാണ്. വല്ലാഹി കിട്ടും, വല്ലാഹി കിട്ടും. ആഖിറത്ത് ആഗ്രഹിച്ചാൽ ദുനിയാവ് കിട്ടും. ദുനിയാവ് ആഗ്രഹിച്ചാൽ എന്താ? ഹജ്ജ് കഴിഞ്ഞ് പോരുമ്പോഴൊരു പ്രാർത്ഥന പഠിപ്പിച്ചില്ല? ഹജ്ജ് കഴിഞ്ഞ് ഇങ്ങനെ പോന്നിട്ട് അള്ളാഹ് പറയാ എന്താ? ആ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരുണ്ട് പ്രാർത്ഥിക്കുന്ന, റബ്ബന ആതിന ഫിദ്ദുനിയാ, ബസ് സ്റ്റോപ്പ്. അള്ളാഹിൻ്റെ കമൻറ്റ്, വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ആഖിറത്തിന് ഒന്നും കിട്ടൂല, അവന് ഒന്നും കിട്ടൂല. ചോദിക്കണ്ടെന്നല്ല, ദുനിയാവ് ചോദിച്ചോ, പക്ഷെ ദുനിയാവിൻ്റെ കൂടെ എന്ത് ചോദിക്കണം? ആഖിറത്ത്. ദുനിയാവ് നിങ്ങൾ സ്വപ്നം കണ്ടോ, പക്ഷെ ആഖിറത്ത് സ്വപ്നം കാണി കൂട്ടരെ. ഈ ഖബർ ഞാൻ പറഞ്ഞില്ലേ, ഈ ഖബറൊന്ന് ഇന്ന് രാത്രി ഉറങ്ങിയിട്ടൊന്ന് സ്വപ്നം കാണി. ഈ ഖബറിൽ പോയി കിടക്കുന്നത് നമ്മൾ കാണുന്ന സ്വപ്നമൊക്കെ ഏതോ ആളുകൾ പറഞ്ഞു തന്ന ചീത്ത ഖബറിൻ്റെതല്ലേ? ചീത്ത ഖബർ നമ്മുടേതല്ല, നമ്മുടേത് നല്ല ഖബറാ. ആ സ്വപ്നം കാണീനേ.
നമ്മളിത് നല്ല ഖബറാണ്. അള്ളാഹു ആക്കി തരുമാറാകട്ടെ. നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ജീവിക്കണം. അത് ബിസിനസ്സിന് മാത്രമല്ല. ബിസിനസ്സിന് ഒരുങ്ങുമ്പോൾ മോട്ടിവേഷൻ, ഈ ബിസിനസ് മോട്ടിവേറ്റേഴ്സ് പറയും നല്ല കോൺഫിഡൻസോടു കൂടി ബിസിനസ് ചെയ്യണം. ഇതാണ് ഏറ്റവും വലിയ ബിസിനസ്. ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ ഇഷ് മിൻ അദാബിൻ അലീം. മിൻ അദാബിൻ അലീം. അവിടുന്ന് രക്ഷപ്പെടാം. വേദനയുള്ള ശിക്ഷയുണ്ട്, പക്ഷെ നിങ്ങൾക്കുള്ളതല്ല. നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു അത്യുഗ്രൻ ബിസിനസിനെ കുറിച്ച് പറഞ്ഞു തരാൻ കേൾക്കണ്ടേ? അതിനെ ഫോളോ ചെയ്യണ്ടേ? അതാ വേണ്ടത്. അതാ കൊടുത്ത് നമ്മൾ ഉൾപ്പെടുത്തും. അപ്പം അതുകൊണ്ട് ആഖിറത്തിനെ കൊതിക്കണം. ഭയങ്കര ഞങ്ങോട്ട് പറഞ്ഞാൽ തീരൂല. ഇനി കുറേ പറയാനുണ്ട്, തീരൂല. നമ്മളെ സമയമൊക്കെ കഴിച്ചിട്ടുണ്ട്. നമുക്ക് നാളെയും പറയാൻ കുറച്ചെന്ന് എനിക്ക് തോന്നുന്നത്. നാളെയും നമ്മൾ അള്ളാഹുവിലേക്ക് പോവുകയാണ്. പോരെ? അങ്ങനെ പോരെ? എനിക്ക് പഠിത്തിട്ടില്ല. നിങ്ങളാണ് എൻ്റെ പ്രശ്നം. എനിക്ക് തോന്നുന്നു 1 മണിക്കൂറായി. നിർത്താം അല്ലേ? ഓക്കെ. ഇതിനുള്ളതാണ് ഭയങ്കരം. ആ ഖബറിൽ ഭയങ്കര സുഖം കേട്ടോ. ജീവിതം ഭയങ്കര സുഖമാണ്. ഭയങ്കര സുഖം എന്ന് വെച്ചാൽ അതൊന്നും വർണ്ണിക്കാൻ പറ്റില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, വലിയൊരു കിതാബ് റൂഹ്. അതിലെന്താണ് ആത്മാവിന് സംഭവിക്കണമെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഖുർആൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ കുറച്ച് അദ്ദേഹത്തിൻ്റെ ചിന്തകളുണ്ട്. അത് നല്ല പണ്ഡിതന്മാർക്ക് ചിലപ്പോൾ ഇൽഹാമുണ്ടാവും. ആ ഇൽഹാമിൻ്റെ ചിന്തകൾ മാത്രം, അത് ചിന്തയായി നമ്മൾ കരുതിയാൽ മതി. നമ്മൾ സാധാരണ കുറേ ബുക്കൊക്കെ വായിക്കല്ലേ, ആ ബുക്കിലുള്ള എല്ലാം നമ്മൾ എടുക്കാറില്ലല്ലോ. അങ്ങനെ വിചാരിച്ചാൽ വേറൊന്നുമില്ല. ഭയങ്കര ഇതെന്താ വെച്ചാൽ നമ്മളെ അങ്ങനെ അള്ളാഹു തആല നോക്കി അള്ളാഹുവിൻ്റെ വാക്കുകൾ കേട്ടിട്ടുണ്ടോ എന്താന്നുള്ളത്? അള്ളാഹു നമ്മളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? നുസുലം മിൻ ഗഫൂരിർ റഹീം. നുസുലം മിൻ ഗഫൂരിർ റഹീം. ഗഫൂറും റഹീമും നൽകുന്ന സൽക്കാരത്തിലേക്ക്. സൽക്കാരാണ്, സൽക്കാരം. സൽക്കാരമാണ്. സൽക്കാരം എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ ഇങ്ങനെ വരൂലേ, വെറൈറ്റീസ് ഓഫ് ഫുഡ് വരൂലേ, പലതരം ഫുഡ് കഴിക്കി പറയില്ലേ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ സൽക്കാരത്തിലെത്തണം. നുസുലം മിൻ ഗഫൂരിർ റഹീം. അള്ളാഹു അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയും? നമ്മൾ ആ സൽക്കാരത്തിലെത്തും. ഒരു സംശയമില്ല. കാരണം അള്ളാഹു നമ്മളെ ഹൃദയത്തിലേക്കാണ് നോക്കണേ. നമ്മളത് ആഗ്രഹിക്കുന്നുണ്ടോ, കൊതിക്കുന്നുണ്ടോ, ചോദിക്കുന്നുണ്ടോ, അള്ളാഹു തരും. അതിനാണ് അള്ളാഹ് എന്ന് പറഞ്ഞത്. അള്ളാഹു വഹാബാണ്. വഹാബാണ്. ഒന്നും ചോദിക്കണില്ല, തിരിച്ച് ഇങ്ങോട്ട് തരാം, തന്നുകൊണ്ടേയിരിക്കും. അള്ളാഹുവിൻ്റെ അസ്മാകളും സിഫാത്തുകളും ഒക്കെ അതാ പഠിപ്പിക്കണേ മുഴുവൻ. ഒരിക്കലും അള്ളാഹു ആക്രമിക്കൂല നമ്മളെ, ഇല്ല, ശിക്ഷിക്കുകയല്ല. വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്. ഭയങ്കര വാക്കാണ്, ശരിക്കും ശ്രദ്ധിച്ചു. ഞാൻ അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്. ലല്ലാം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ലാലിം എന്നുള്ളതിൻ്റെ സൂപ്പർലേറ്റീവാണ്. ലാലിം എന്ന് പറഞ്ഞാൽ അക്രമി, ലല്ലാം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി ആക്രമിക്കുന്നവൻ. ഞാൻ ഒരിക്കലും ഭയങ്കരമായി ആക്രമിക്കുന്നവനല്ല. ആരെ? അതാ ശ്രദ്ധിക്കട്ടെ. ആരെ? ലിൽ അബീദ്. അബീദ് എന്ന് പറഞ്ഞാൽ എന്താ? പോരാ. അതാണ് പ്രശ്നം. എല്ലാം നമ്മൾ ശരിക്കും മനസ്സിലാക്കണേ. അബീദുമുണ്ട് ഖുർആനിൽ, ഇബാദുമുണ്ട്. അബീദുമുണ്ട്, ഇബാദില്ലേ? വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർദി ഫബശ്ശിർ ഇബാദ്. ബശ്ശിറിലൊക്കെ എന്താണ്? ഇബാദ. എന്താ അബിദും അബീദും ഇബാദും തമ്മിൽ രണ്ടും അബിദ് എന്ന് വന്നതാ, പക്ഷെ ഭയങ്കര വ്യത്യാസമാണ്. ഇബാദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളെയാണ് എന്ത് പറയാ? പറയും
ഇബാദ്. അതുകൊണ്ടാണ് വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർദി ഹൗന. നല്ല മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നത് ഇബാദ് പറയും. നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അബീദ് എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടരും പെടും, നല്ലതും പെടും ചീത്തയും പെടും. ഇനി നിങ്ങളൊന്നും അർത്ഥം പറഞ്ഞു. അബീദ് നോക്കൂ, ഒരു ചീത്തയായ മനുഷ്യനെ പോലും അള്ളാഹു ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നേയില്ല. അവൻ സ്വയം അക്രമത്തിലേക്ക് ചെന്ന് വീഴുകയാണ്. അതാ സംഭവിക്കുന്നത്. എത്ര കൃത്യമാണ് അള്ളാഹുവിൻ്റെ ഫോളോ അപ്പ് എന്ന് പറയും. അള്ളാഹു ഖുർആൻ തന്നു, ഹിദായത്തിനുള്ള മാർഗം കാണിച്ചു തന്നു, പ്രവാചകന്മാരെ അയച്ചു, പ്രവാചകന്മാർക്ക് ശേഷം പണ്ഡിതന്മാർ വന്നു, പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മളെങ്ങനെ ഇരുട്ടിലേക്ക് പോകാതെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോയി. ഇങ്ങനെയൊക്കെ അള്ള ചെയ്യുന്നുണ്ട്. ഭയങ്കര കെയറിങ് ഉള്ളതാണ്. ഭയങ്കര കെയറിങ് നടത്തിയത് അള്ളാഹു. ഒരിക്കലും അള്ളാഹു ആക്രമിക്കൂല. അള്ളാഹു സൽക്കാരം ഉണ്ടാക്കി. ഇങ്ങനെ എന്താ നിങ്ങൾ മനസ്സിലാക്കിയ? റമദാനൊക്കെ എന്താന്നാ പറഞ്ഞത്? കഴിഞ്ഞില്ലേ റമദാൻ? എന്തായിരുന്നു റമദാൻ? നരകത്തിൻ്റെ വാതിൽ തന്നെ അടിച്ചില്ലേ? അടച്ചിട്ട് നീ നരകത്തിൻ്റെ വാതിൽ. പിശാചുക്കളെ മുഴുവൻ ചങ്ങല കെട്ടില്ലേ? എന്തിനാത്? ഇതല്ലേ സീസൺ എന്ന് പറഞ്ഞ. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു പണിയെടുക്കി. സീസൺ എല്ലാ തെറ്റിലേക്ക് പോകാനുള്ള എല്ലാ ചാൻസസും അടച്ചില്ലേ? ഒക്കെ അടച്ചു. അത്ര സ്നേഹ. ഇന്ന റബ്ബി റഹീമുൻ വദൂദ് എന്ന് പറഞ്ഞൊരു പദമുണ്ട്. ഭയങ്കര റബ്ബിനെ കുറിച്ച്, റബ്ബിന്റെ ഇസ്മിൽപ്പെട്ടതാ. ഇന്ന റബ്ബി റഹീമുൻ വദൂദ്. എന്റെ റബ്ബ് റഹീമാണ്, പോരാ വദൂദാണ്. എന്താ വദൂദ് പറഞ്ഞ? ഭയങ്കര. കല്യാണം കഴിക്കാൻ നബി പറഞ്ഞത് ആരെയാണ്? തസവ്വജു അൽ വദൂദ് അൽ വലൂദ്. കല്യാണം കഴിക്കാൻ പറഞ്ഞത്. ഏത് പെണ്ണിനെയാണ് നിങ്ങൾ കഴിക്കേണ്ടത്? പെണ്ണുങ്ങളോട് ഏത് ആണിനെയാണ് കഴിക്കേണ്ടത് എന്ന് പറഞ്ഞ് വദൂദിനെ ആയിരിക്കണം. വദൂദ് അള്ളാൻ്റെയും പേരാ. ഭയങ്കര ബന്ധമാണ് ആ പദങ്ങൾ. വദൂദ് എന്ന് പറഞ്ഞാൽ മവദ്ദത്തിൽ നിന്ന് വന്നതാണ്. വജഅല ബൈനക്കും മവദ്ദത്തൻ എന്ന് പറഞ്ഞില്ലേ? സ്ത്രീ പുരുഷന്മാർക്കിടയിൽ അള്ളാഹു ഉണ്ടാക്കിയ ബന്ധത്തിൻ്റെ പേരാണ് മവദ്ദത്ത്. സ്നേഹം എന്നാണ് നമ്മൾ പരിഭാഷപ്പെടുത്തിയത്. അല്ല, സ്നേഹമല്ല, പ്രണയമല്ല, ഒന്നുമല്ല. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്കൊരു സ്നേഹമില്ല. അത് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? സ്നേഹത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണ്. ഭയങ്കര. അതാണ് അല്ലാഹു ഇന്ന റബ്ബി റഹീമുൻ വദൂദ്. എന്റെ വദൂദായ റബ്ബ് എന്നെ ശിക്ഷിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നെ ആക്രമിക്കുമെന്നാണോ പറയുന്നത്? എന്നെ കഷ്ടപ്പെടുത്തുമെന്നാണോ പറയുന്നത്? ഒരിക്കലുമില്ല. സൽക്കരിക്കാൻ എങ്ങനെ നിൽക്കല്ലേ? എന്തൊക്കെ ഒരുക്കി വെച്ചത്. മാല ഐനുൻ റഅത് വല ഉദുനുൻ സമിഅത് വല ഖതറ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത. അടുത്തത് കേട്ടോ, ഒരു മനുഷ്യന്റെ മനസ്സിനും ഭാവിക്കാൻ പോലും പറ്റാത്ത സൗകര്യങ്ങൾ. നിങ്ങൾ എന്തിനാ പിന്നെ ഭാവിക്കാൻ പോണേ? എന്തിനാ പോണേ? ഭാവിക്കണ്ട. കുറച്ച് സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു തന്നാണ്. കുറേ പഴങ്ങളൊക്കെ പറഞ്ഞിരുന്നില്ലേ? അതെന്തിനാ വെച്ചാൽ മനസ്സിലാൻ വേണ്ടി പറഞ്ഞു. ഇതൊന്നും അല്ല, വേറെ. അത് നമ്മളവിടെ ചെല്ലുമ്പോൾ അള്ളാഹിനോട് പറയും, എന്താ ഇന്നലെ തിന്ന തന്നെയല്ലേ ഇതൊന്നല്ല, ഇത് വേറെ ഒക്കെ വേറെ ആയിരിക്കും. ഭയങ്കര വ്യത്യസ്തം എന്ന് വെച്ചാൽ വ്യത്യസ്തം, യുണീക്കായി യുണീക്കാണ്. അതിൻ്റെ പേരെന്നെ ജന്നത്ത് എന്നല്ലേ? അല്ലേ? എന്താണ് ആ സംഭവം? നോക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാൻ അവസാനിപ്പിക്കണം. എന്താ വെച്ചാൽ ഈ അള്ളാഹു നരകം പറഞ്ഞിടത്തൊക്കെ സ്വർഗം പറഞ്ഞിട്ട് എന്തിനറിയും? രണ്ട് കൂട്ടർക്കുള്ളത്. അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ നരകം വായിച്ച് കണ്ട എന്താക്കണ്ട, ജീവിതം കളയണ്ട, സ്വർഗം വായിക്കുക. എവിടെയാണ് നരകം പറഞ്ഞത്? അവിടെയൊക്കെ സ്വർഗം പറഞ്ഞിട്ടു, ഒക്കെ പറയുന്നു. എവിടെയും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏത് സ്ഥലത്തും. അതാണ് ഭയങ്കരം. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആഖിറത്തിൽ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ്. അതിന് നമ്മൾ അതിലേക്ക് എത്താനുള്ള വഴി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.
റഹ്മുറഹീമായ റബ്ബേ, ഇതുവരെ ഞങ്ങൾ സംസാരിച്ചത് നിൻ്റെ വിശുദ്ധമായ ഒരു ഭവനത്തിൽ നിൻ്റെ മലക്കുകളുടെ അകമ്പടിയോടുകൂടി നിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്ന, നിൻ്റെ സമാധാനം ഇറങ്ങുന്ന ഒരു വല്ലാത്ത സദസ്സിലായിരുന്നു. അള്ളാഹു ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ. റഹ്മുറഹീമായ റബ്ബേ, ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ. റഹ്മുറഹീമായ റബ്ബേ, ഞങ്ങൾ സംസാരിച്ചത് മുഴുവൻ നീ ഞങ്ങൾക്ക് തരുമെന്ന് ഉറപ്പുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ ശുഭാപ്തി വിശ്വാസത്തിൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും അങ്ങനെ ഞങ്ങളെ മരിപ്പിക്കുകയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, ശുഹദാക്കളുടെ കൂടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും മാതാപിതാക്കളെയും ഒക്കെ ഒരുമിച്ച് ചേർക്കണമേ റബ്ബേ. റഹ്മുറഹീമായ റബ്ബേ, ജീവിതത്തിൽ, ദുനിയാവിലെ ജീവിതത്തിൽ കുറച്ചൊക്കെ പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് തന്നാലും റബ്ബേ, ഞങ്ങളുടെ ആഖിറത്ത് ഞങ്ങൾക്ക് നീ നഷ്ടപ്പെടുത്തരുത് റബ്ബേ. ഞങ്ങളുടെ ആഖിറത്ത് നീ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തരുത് റബ്ബേ. റഹ്മുറഹീമായ റബ്ബേ, ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഞങ്ങൾക്ക് നീ തീർത്തു തരണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ രോഗികൾക്ക് നീ സമാധാനം നൽകണമേ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള പ്രയാസം, സാമ്പത്തിക, ശാരീരിക, മാനസിക പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ ഇല്ലാതാക്കണമേ. റഹ്മുറഹീമായ റബ്ബേ, നിൻ്റെ മസ്ജിദിലുള്ള ഈ വല്ലാത്ത ഈ മജ്ലിസ്, ഈ സദസ്സ് റബ്ബേ, ഞങ്ങൾ അനുഭവിച്ചു ഇത്, ഞങ്ങൾ ആസ്വദിച്ചു ഇത് റബ്ബേ. അള്ളാഹുവേ, ഈ അനുഭവവും ആസ്വാദനവും ഞങ്ങൾക്ക് പരലോകത്തൊരു മുതൽക്കൂട്ടാക്കി നീ മാറ്റിത്തരണമേ. റഹ്മുറഹീമായ റബ്ബേ, ഇന്ന് ഞങ്ങളെക്കുറിച്ച് നീ സംസാരിച്ചല്ലോ റബ്ബേ. നിൻ്റെ മലക്കുകളോട് ഞങ്ങളെക്കുറിച്ച് നീ സംസാരിച്ചില്ലേ അള്ളാഹുവേ, ആ നല്ല സംസാരം നിലനിർത്താനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. റഹ്മുറഹീമായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ, മർഹമത്ത് നൽകണമേ. അവരുടെ ഖബർ റൗദത്തുൻ മിൻ റിയാദിൽ ജന്നാക്കി തീർക്കണമേ. അവരുടെ ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നുള്ളൊരു വാതിൽ തുറന്നു തരണമേ. അള്ളാഹുവെ, സ്വർഗത്തിൽ നിന്നുള്ള നല്ല വിരിപ്പ് അവർക്ക് നൽകണമേ. സ്വർഗത്തിൽ നിന്നുള്ള ഡ്രസ്സ് അവരെ നീ ധരിപ്പിക്കണമേ. റഹ്മുറഹീമായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ ഞങ്ങളോട് കരുണയും സ്നേഹവും കാണിച്ചതുപോലെ നീ അവരോട് കരുണയും സ്നേഹവും കാണിക്കണമേ. റഹ്മുറഹീമായ റബ്ബേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുള്ള ഭാഗ്യവാന്മാരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. അവർ മുഖേന സ്വർഗം ഞങ്ങൾക്ക് നീ ലഭ്യമാക്കണമേ റബ്ബേ. റഹ്മുറഹീമായ റബ്ബേ, അവർക്ക് നീ ആഫിയത്ത് നൽകണമേ, ആരോഗ്യം നൽകണമേ. അവരുടെ മനസ്സിൽ ഞങ്ങളെക്കുറിച്ച് നല്ല ചിന്തകളുണ്ടാകണമേ. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്ത നല്ല മാതാപിതാക്കളാക്കി അവരെ നീ മാറ്റണമേ റബ്ബേ. റഹ്മുറഹീമായ റബ്ബേ, ഞങ്ങളുടെ മക്കൾക്ക് നീ സമാധാനം നൽകണമേ, ഈമാൻ നൽകണമേ. അവരുടെ അവസ്ഥകളെ നീ നന്നാക്കി കൊടുക്കണമേ. റഹ്മുറഹീമായ റബ്ബേ, യുവാക്കൾ വഴിതെറ്റിപ്പോവുകയാണ് റബ്ബേ, അവരെ നിൻ്റെ മാർഗത്തിൽ നീ പിടിച്ചു നിർത്തണമേ. റഹ്മുറഹീമായ റബ്ബേ, നിൻ്റെ വലിയ ഫളല് കൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് നീ ഈമാൻ നൽകണമേ. ഞങ്ങളുടെ മക്കൾക്ക് നീ ഈമാൻ നൽകണമേ. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് നീ ഉയർച്ച നൽകണമേ. അവരുടെ പ്രയാസങ്ങളൊക്കെ നീ അവർക്ക് ലഘുവാക്കി കൊടുക്കണമേ. ഈമാനിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് അവർക്ക് നീ നൽകണമേ. റഹ്മുറഹീമായ റബ്ബേ, ഞങ്ങളുടെ ഇടകളിൽ ഞങ്ങൾക്ക് നീ സമാധാനം നൽകണമേ, സന്തോഷം നൽകണമേ. ഞങ്ങളിൽ അവർക്കും അവരിൽ ഞങ്ങൾക്കും നീ ഖുർറത്തു അയ്ൻ പ്രദാനം ചെയ്യണമേ, ഖുർറത്തു അയ്ൻ പ്രദാനം ചെയ്യണമേ. റഹ്മുറഹീമായ റബ്ബേ, നീ വഹാബാണ് റബ്ബേ. ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് റബ്ബേ. ഞങ്ങളുടെ സാലിഹായ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണമേ. സാലിഹായ ഞങ്ങളുടെ എല്ലാ മുറാദുകളും ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണമേ. റഹ്മുറഹീമായ റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഫലസ്തീനിലും ഗസയിലും സിറിയയിലും ഒക്കെ റബ്ബേ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. അവർക്ക് നീ ആശ്വാസം നൽകണമേ, സമാധാനം നൽകണമേ. അള്ളാഹുവേ, നിൻ്റെയും ഞങ്ങളുടെയും ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണമേ. റഹ്മുറഹീമായ റബ്ബേ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് അത് കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണമേ. റഹ്മുറഹീമായ റബ്ബേ, മസ്ജിദുൽ അഖ്സയിൽ സുജൂദ് ചെയ്യാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ. നിർഭയത്വത്തോടുകൂടി മസ്ജിദുൽ ഹറമിൽ ഞങ്ങൾ പ്രവേശിക്കുന്നത് പോലെ മസ്ജിദുൽ അഖ്സയിൽ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا لا تجعلنا فتنة للذين كفروا ربنا لا تجعلنا فتنة للذين كفروا
ربنا لا تجعلنا فتنة للذين كفروا واغفر لنا ربنا إنك أنت الغفور الرحيم. اللهم اغفر لنا ذنوبنا، اللهم إنك تعلم ذنوبنا فاغفر لنا، اللهم إنك تعلم عيوبنا فاستر لنا، اللهم إنك تعلم حاجاتنا فاقض لنا، اللهم إنك تعلم أمراضنا فاشف لنا، اللهم إنك تعلم أمراضنا فاشف لنا، اللهم إنك تعلم أمراضنا فاشف لنا يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أنزل علينا بركاتك يا أرحم الراحمين. اللهم اجعل هذا البلد بلدا آمنا، اللهم اجعل هذا البلد بلدا مباركا، اللهم اجعل هذا البلد بلدا آمنا، واجعل سائر بلاد المسلمين بلادا آمنا يا أرحم الراحمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين. فاطر السماوات والأرض، فاطر السماوات والأرض، أنت ولينا في الدنيا والآخرة، أنت ولينا في الدنيا والآخرة. توفني مسلما، توفنا مسلمين وألحقنا بالصالحين برحمتك يا أرحم الراحمين. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين.